ഭയമില്ല തളരില്ല ഭയമില്ല ഭയം ഇനി വില്ലനല്ല ഇനി തുടരുന്ന ചുവടുകൾ നിലയ്ക്കില്ല വാ 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 നേരിടാം വാ 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 പോരിടാം വാ 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 നേരിടാം വാ 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 പോരിടാം പോലെ നിന്റെ കൈകൾ പാറട്ടെ നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ ഹരഹരം ഇത് തുടരും ഈ വേളയിൽ പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ വെടിയുന്ന പോലെ നിന്റെ കൈകൾ പാറട്ടെ നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ ഹരഹരം ഇത് തുടരും ഈ വേളയിൽ പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ നേരം വേണം ചേരും നിന്റെ കാവലെന്നും നീയെ പോലും നേരം വാളിൽ വീഴും ചോര ചെല്ലും നിന്റെ വീര്യം കഥന കഥകൾ നടക്കഥകൾ വെറും മൊഴിയിൽ നീ എഴുതി ചേർക്ക് അതിജീവനമെന്ന് വാക്ക് തിരുത്തി എഴുത് നിന്റെ വീര്യം കൊണ്ട് കൈകൾ കോർത്തു നിന്നെ ശക്തിയുണ്ട് പെണ്ണതല്ല വർഗമാനം പോയാൽ പോയതാണ് എന്ന ചിന്ത മാറ്റം സമയമായി വാ 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 കേറി വാ Guys. എടാ ഒരു മിനിറ്റ് എടാ കേക്കാമോ ഒരു മിനിറ്റ് എന്താണ് എടാ ഇതെന്തോ ഓബിയസ് എന്തോ അന്ന് ഒരു മിനിറ്റ് എന്താണ് എല്ലും കൊറേ ഉണ്ടല്ലോടാ ഇത് കുറച്ചൊന്നും അല്ലല്ലോ ഫേസ് ക്യാം എടാ ഞാൻ ഒരു കാര്യം പറയാം പണ്ടത്തെ കണക്കല്ല മുത്തേ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ വന്ന് എനിക്ക് എന്ത് നിങ്ങളടുത്ത് പറയാൻ പറ്റണ ഒരു സംഭവം എനിക്ക് നിങ്ങളടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് കുറെ നേരം കൊണ്ട് ഞാൻ 9:30 ഷെഡ്യൂൾ ചെയ്തിട്ടും ഞാൻ ഇരിക്കേണ്ട പക്ഷെ എനിക്ക് എന്തോ ക്യാമറ ഓണാക്കാൻ ഞാൻ ഇത്രയും നേരം VC-യിൽ ഇരുന്നപ്പം പോലും ഞാൻ പിള്ളേരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ ഒരു ക്യാമറ ഓണാക്കാൻ എന്തോ ഒരു എന്താന്ന് അറിയൂല ഇനി ഇത്രയും നാള് ഇത് എടുത്തത് കൊണ്ടാണോ ട്രാക്ക് എടുത്തോണ്ടാണോ അറിയില്ല ഹായ് ഗൈസ് ഹായ് പറ എന്തിനാണ് എന്തിനാ കാര്യം പറ നിങ്ങൾ കാര്യം പറ എല്ലെന്തിനാ ഫേക്കോ എടാ ക്യാമറ ഓണാക്കാം ക്യാമറ ഓണാക്കണത് ഇതുമായിട്ട് ഒരു പ്രശ്നവും ക്യാമറ ഞാൻ ഓണാക്കാം ക്യാമറ ഓണാക്കണത് ഇതുമായിട്ടൊന്നും ഒരു പ്രശ്നവും എടാ മുത്തേ കുറച്ചു നേരം ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളല്ലേ ഇവർ പറഞ്ഞു വിട്ടാ കുറച്ചു നേരത്തേക്ക് എന്തായാലും ക്യാമറ ഓഫ് ഇത് ബാഡ് ബ്ലോക്കോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ വേറെ ഒന്നും ചെയ്യണ്ട
ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഇവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇവര് ചോദിച്ചോട്ട്. ആ, ആ, പറ 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 പറ. അവർക്ക് കുറച്ചു നേരത്തേക്ക് എടാ അവർക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ കാണും. എടാ മോഡറേറ്റേഴ്സിന്റെ അടുത്താണ് പറയണത്, കുറച്ചു നേരത്തേക്ക് ഒരു കാരണവശാലും കുറച്ചു നേരത്തേക്ക് ഇതൊന്നും നിങ്ങൾ ഡിലീറ്റ് ആക്കല്ലേ, ഒന്നും ഡിലീറ്റ് ആക്കല്ലേ. 3000 ആ വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എടാ ഞാൻ പറയണ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് കേള്. ഞാൻ പറയണം എടാ, ആർ പി കേസ് അവിടെ കിട്ടും. ആർ പി കേസിലോട്ട് നമുക്ക് പോവാം. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് ലൈവ് വന്നിട്ടുള്ളത്. അപ്പൊ ആർ പി കേസിലോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പ് താണ്ട കുറെ കാര്യങ്ങൾ ചോദിക്കണുണ്ട്. ആദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും. ഒരു 10 ചോദ്യം ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 ചോദ്യത്തിന് എനിക്ക് ഒരുമിച്ച് ഉത്തരം തരാൻ എന്നെ കൊണ്ട് പറ്റൂല. മനസ്സിലായ? അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കേ. ഫസ്റ്റ് ഏതാണ്ട് കുറെ വർണ്ണം എന്തിനെന്നറിയാമോ? ക്രീം ബിസ്ക്കറ്റ്, താജ്മഹലോ, ക്രീം ബിസ്ക്കറ്റ്. ഓക്കെ, അടുത്ത ബൗ ബോസ്കോ. അടുത്ത വേറെ ബൗ ക്രീം ബിസ്ക്കറ്റ്. ചോദിക്കും. ടാഗ് റിമൂവ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം. എന്തായാലും തുടങ്ങിയല്ലേ ഉള്ളൂ. വെയിറ്റ് ആക്ക്. സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാം. നിങ്ങൾ ഒരാളുടെ ചോദ്യത്തിന് പോലും ഉത്തരം ബാക്കി നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവൂല. മനസ്സിലായ? കയ്യിലുള്ള തെളിവുകളെല്ലാം കാണിച്ച് തീരുമ്പോഴത്തേക്ക് അയ്യോ എന്റെ കയ്യിൽ തെളിവ് തീർന്ന് ഇനി എനിക്ക് കള്ളത്തെളിവേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് പോവൂല. മനസ്സിലായ? നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരുടെ ചോദ്യത്തിനും ഇപ്പം 1500 പേര് കാണുന്നുണ്ട്. ഞാൻ ഒരു ഒറ്റ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞോളൂ. ഈ 1500 പേര് എന്റെ ചാറ്റിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. മനസ്സിലായ? മനസ്സിലായ? എടാ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ പറയാം. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് മറ്റേ കുണ്ടത്തരം കാണിക്കേണ്ടയോ കുണ്ടനടിക്കേണ്ടയോ പറയടിക്കേണ്ടയോ കാര്യങ്ങളൊന്നും എനിക്കില്ല. മനസ്സിലായല്ല? ഞാൻ നിങ്ങളെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. പിന്നെ എനിക്ക് അധികം പ്രൂഫൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാനില്ല. മനസ്സിലായ? എനിക്ക് അധികം പ്രൂഫും കാര്യങ്ങളും ഞാൻ ഈ കാണുന്ന എല്ലാവരുടെ കൂടെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞ, എനിക്ക് അധികം പ്രൂഫൊന്നും എനിക്ക് കാണിക്കാനില്ല. എല്ലാം മനസ്സിലാക്കി ഞാൻ തരും ഇവിടെ നിന്ന് പോണതിന് മുമ്പ്. എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ മനസ്സിലാക്കി തന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോവുള്ളൂ. മനസ്സിലായ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കല്ലാതെ മറ്റേ വാച്ചിങ്ങിനും കുറെ ഈ മറ്റേ ഫാൻ പവർ ഉണ്ടാക്കാനും ഫാൻ ബേസ് ഉണ്ടാക്കാനും കുറെ കാര്യങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇത് നടക്കണ ആ പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു ടൈം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് എനിക്ക് ലൈവ് ഇട്ട് എനിക്ക് ഇവിടെ ഇന്ന് ഷോ കാണിക്കായിരുന്നു. മനസ്സിലായ? നീയൊക്കെ ബൗബോ എന്നല്ലേ പറഞ്ഞ? ഈ ബൗബോവിനെയും കാട്ടി അപ്പുറം നല്ല പട്ടി ഷോ കാണിക്കാൻ എനിക്ക് അറിയാമായിരുന്നു. മനസ്സിലായ? ഞാൻ അന്ന് അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അന്ന് അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വരേണ്ടവർ വന്ന് വെള്ളം അടിച്ച് ആര് വെള്ളം അടിച്ച് എടാ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. മനസ്സിലായ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചെയ്യണ ഈ തൊഴിൽ സത്യമായിട്ടും മനസ്സിലായ? ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കണത്. താഴെ എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെള്ളം അടിച്ചിട്ടോ കുടിച്ചിട്ടോ അല്ല നിങ്ങളെ മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ വന്നേക്കണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കൂല സംസാരിച്ച് തുടങ്ങണത്. ഇത്രയും നേരം എനിക്ക് ടൈം എടുത്ത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട, നിങ്ങളെ നോക്കേണ്ട, ഫേസ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എന്നെ അറിയാന്നുള്ളവർ ഇവിടെ ഉണ്ട്. എനിക്ക് ആ ഒരു കാര്യം ഉറപ്പുണ്ട്. എന്നെ അറിയാന്നുള്ളവർ ഇവിടെ ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക്. അന്ന് പ്രൂഫില്ല. എടാ ആര് പറഞ്ഞു മുത്തേ? ആര് പറഞ്ഞു അന്ന് പ്രൂഫില്ലെന്ന്? ഞാൻ നിങ്ങളടുത്ത് ആരാ അന്ന് പ്രൂഫില്ലെന്ന് പറഞ്ഞത്? എടാ ഞാൻ പറഞ്ഞല്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പറഞ്ഞുതരാം. കേസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. FIR ഇട്ടു, കേസ് എടുത്തു, കേസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേസ് പോണ സാഹചര്യത്തിൽ ഈ കൂട്ടത്തിൽ അറിയാന്നുള്ളവർക്ക് അറിയാം, കേസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും വന്ന് സംസാരിക്കാൻ പറ്റൂല. മനസ്സിലായ? പല കാര്യങ്ങളും വന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ വിഷയത്തിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തത്. കേസായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി തെളിയിക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ അവിടെ തെളിയിക്കോടാ. അത് തെളിയിക്കണോണ്ട്. അല്ലാതെ എടാ അന്ന് നിഹാദ് നിങ്ങളെ കാണിച്ച കാര്യം തന്നെയാണ് ഇന്നതാ. നിങ്ങൾ എന്താ വിചാരിക്കണം മുത്തേ? ഇത് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്തേ, ഇത് കണ്ട ഇതെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ചുമ്മാ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഈ 3000 റെക്കോർഡിംഗ് ഒക്കെ കേട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം വേണോടാ? അല്ല നിങ്ങൾ വിചാരിക്കണ ഒറ്റ ദിവസം കൊണ്ട് ഈ 3000 റെക്കോർഡിംഗ് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ
എനിക്കത് കേട്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഉത്തരം പറയാനും എന്നെ കൊണ്ട് പറ്റൂല. പറഞ്ഞ മനസ്സിലായ? ഇത് കേട്ട് ഇതിൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക്. തൊപ്പി ഒരു ഗൈസ്, ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. മനസ്സിലായ? T47 പ്ലേസ്, എടാ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും തീരുമാനിക്കണം ഞാനൊന്നുമല്ല. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ രാജീവ് ഭായി, പിന്നെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ അവരെ നോക്കുക, അവസാനവും ഞാൻ പോയി സംസാരിക്കുന്നത്. അല്ല നമുക്ക് പൈസ കൊടുത്തും BC കൊടുത്തും ആളെ വേണ്ട, അത് വേറെ കാര്യം. OC ഒന്നുമല്ലേ, ആരും OC ആയിട്ടൊന്നും എടുക്കല്ലേ, നമുക്കൊന്നും കൊടുത്തിട്ട് ആളെ ഇവിടെ വലിച്ചോണ്ട് വരാൻ താല്പര്യമില്ലേ. എടാ ഈ എന്തോന്ന് പെക്ലോ എന്ന് പറയണ ഒരുപാട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എടാ വിട് അവനെ ഏൽപ്പിച്ച്, അവനെ ഇവിടെ ജോലി ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ട ആൾക്കാർ നല്ല രീതിയിൽ അന്തസ്സോടുകൂടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഏന്ന് സ്പേമാക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മൊത്തം ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളടുത്ത് അത് ഏന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ അടുത്താണ് നിങ്ങൾ ഇതിന്റെ ഉത്തരം ചോദിക്കേണ്ടത്. മനസ്സിലായ? അവരുടെ അടുത്താണ് നിങ്ങൾ ഈ ഉത്തരങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കേണ്ട അവരുടെ അടുത്താണ്. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈവാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായ? എൻ്റെ ലൈവിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്നവരുടെ കാര്യം മനസ്സിലായോ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക്. എൻ്റെ കൂടെ നിന്നവരുടെ കാര്യം, ഞാൻ ഉൾപ്പെട്ട പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാടാ. അതിനുള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ആണോ കൂട്ടത്തിലുള്ള നമ്പർ 1 എന്തോന്ന്, ഒരു മിനിറ്റ്, കൂട്ടത്തിലുള്ള നമ്പർ 1 പാമ്പ്. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട്, ഞാൻ എന്റെ ലൈവിൽ വന്നിരുന്നിട്ട് നമ്മളെ കൂട്ടത്തിലുള്ള നമ്പർ 1 പാമ്പ് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എടാ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ചാറ്റ് ഇത്രയും നാൾ ഇവിടെ MRCയുടെ ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ ഇവിടെ നമ്മളെ ഗ്യാങ്ങിലെ MRZ എന്ന് പറഞ്ഞ ഗ്യാങ് അവിടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കൂട്ടത്തിലുള്ള പാമ്പ് അന്നേ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വേറെ ആരെക്കുറിച്ചും അധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലടാ. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഈ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. മുന്നോട്ട് ഇത് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഈ ഗ്യാങ് ഹൗസിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും അതേതാ പേര് വന്നല്ലോ, ഓൾറെഡി പേര് വന്നല്ലോ. ഞാൻ ഇനി ഇതിലോട്ട് കൂടുതൽ സംസാരിക്കുക എന്തായിരിക്കണം. നമ്മളെ ഗ്യാങ് ഹൗസ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ഗ്യാങ് ഹൗസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഗ്യാങ് ഹൗസ് ആയിരുന്നു. ഒരു പ്രശ്നവും ഇല്ല, അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഒരു ഒറ്റ തായോളി അവനെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. ഒരു ഒറ്റ തായോളി എന്റെ ഗ്യാങ് ഹൗസിൽ റിക്രൂട്ട്മെന്റ് എടുത്തു. മനസ്സിലായ? ഒരു ഒറ്റ തായോളി എന്റെ ഗ്യാങ് ഹൗസിൽ റിക്രൂട്ട്മെന്റ് എടുത്തു. 2 ദിവസം മുമ്പ് ഞാൻ ഈ കുണ്ണയുടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. 2 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നു, ഈ കുണ്ണ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എന്തിനാ നിങ്ങൾ എന്നെ പാമ്പെന്ന് വിളിക്കണത്, എന്തിനാ നിങ്ങൾ എന്നെ പല്ലിന്ന് വിളിക്കണത്, എന്തിനാ നിങ്ങൾ എന്നെ പാറ്റിയെന്ന് വിളിക്കണം, മൈര്യ നിന്നെ പാമ്പെന്നല്ല വിളിക്കണം. ഞാൻ നിന്റെ മുഖത്തോക്കി ഇപ്പോഴും പറയടാ കുണ്ട, ഞാൻ നിന്റെ മുഖത്തോക്കി പച്ചയ്ക്ക് വിളിക്കും തായോളി എന്ന്. മനസ്സിലായ? ഒരു ഡ്രഗ് ടെസ്റ്റ് ഒക്കെ അതൊക്കെ മോനെ നിക്ക്, വരാം അങ്ങോട്ട് വരാം. മനസ്സിലായ? ഒരാളെ കളിയാക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് മൊത്തം ഉള്ളത് വാങ്ങിച്ചിട്ട് പോയാൽ മതി. പറഞ്ഞു വിട്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടവരെല്ലാരും നിൽക്കുക. പല ആൾക്കാരുടെ ഫാൻസ് കുറച്ച് ആൾക്കാർ വെച്ച് കാണും. ഒരു 5% 5%, 10% 10%, ഇല്ലെങ്കിൽ ഒരു 2% വെച്ച് മലപ്പുറത്തുനിന്ന്, കണ്ണൂര് തളിപ്പറമ്പെന്ന് ഒക്കെ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. മനസ്സിലായ? അർജിത് സിംഗ് ഫാൻസ് അസോസിയേഷനാ. വരാം നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ ഓരോ പാട്ടുകളിലോട്ട് ഞാൻ കടക്കണുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യ്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ, ഈ ഗ്യാങ് ഹൗസിലോട്ട് ഒരു തായോളി റിക്രൂട്ട്മെന്റ് എടുത്ത്. മനസ്സിലായ? ഇവനെ റിക്രൂട്ട്മെന്റ് എടുക്കാനേ ഇവൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗായ്സ് എന്നെ തൊപ്പി വിളിച്ചു, ഗായ്സ് ഞാൻ MRZ ഗ്യാങ് ഹൗസിൽ കയറാൻ പോവേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ആഡംബരം ഉണ്ടാക്കി ഭയങ്കര ഒരു രീതിയിൽ വന്നു. ഇവൻ നമ്മൾ ഗ്യാങ് ഹൗസിലെടുത്ത്. എടാ കുറച്ചെങ്കിലും ഉളുപ്പ്, ഇവ വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ട ഗായ്സ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ലൈവ് തുടങ്ങാൻ പോണേന്, നമ്മളവിടെ ലൈവിനെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ലൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണേന് മുമ്പ് ഇവനൊരു കോള് വന്നു.
ഇവന്റെ വീട്ടിൽ നിന്ന് ഇവന് കോൾ വന്നു. ലൈവ് തുടങ്ങാൻ നിൽക്കുന്നതിന് മുമ്പ് ഇവന് പറന്ന് ഇവന്റെ ഫോൺ ചാർജിന് കുത്തിയിട്ട് ഇങ്ങനെ പറന്ന് ഇവന് കോള് വന്നിട്ട് ഇവൻ ഫോൺ എടുക്കള്ള. ഇവന്റെ വീട്ടിലെ ഫോൺ എടുക്കള്ള. ഇവൻ വന്ന് ഫസ്റ്റ് ദിവസം നമ്മളെ ലൈവിന്റെ അന്നാണ്. മനസ്സിലായ? ഇവ ഫോൺ എടുക്കള്ള. ഒരു രീതിയിൽ ഇവ ഫോൺ എടുക്കണം. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും കോൾ വന്നല്ലോ, എടാ നീ എന്ത് ഫോൺ എടുക്കാത്തത്? അല്ല, അത് ലൈവ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കണത്. ആര്? ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയല്ല. അവന്റെ പേര് പറയാനേ എനിക്ക് കുറച്ച് എനിക്ക് അത്രയും നാണക്കേടാ എനിക്ക് ഇവന്റെ പേര് പറയാൻ വേണ്ടിട്ട്. മനസ്സിലായ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മുത്തേ, ഫുൾ സ്ക്രീൻ ഇട്ട് എന്താണെന്നറിയാമോ? ഫുൾ സ്ക്രീനിലെ ഞാൻ എന്റെ മൈക്ക് ആഡ് ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ BC ആരെങ്കിലും ഒന്ന് വിളിച്ചാലേ എനിക്ക് മൈക്ക് ആഡ് ചെയ്യാം. എനിക്ക് അല്ലാതെ എനിക്ക് ഇതിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഫുൾ സ്ക്രീനിൽ ഞാൻ DJ വിനി ആഡ് ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് എടാ. ഇല്ലടാ ഞാൻ ഒരു കാര്യം പറയട്ടാ. നീയൊക്കെ ഇത്രയും നാൾ കൊണച്ചാ, ഇത്രയും നാള് കണ്ട എന്നെ കൊണ്ട് പറയിക്കല്. മനസ്സിലായ? ഇത്രയും നാള് കണ്ട ഡാപ്പറുകള് വന്നിട്ട് മറ്റേ ബിസ്ക്കറ്റ് നക്കിയതിന്റെയും മറ്റേ പൊത്തി കയറി ഒളിച്ചിരുന്നിട്ട് മറ്റേ ബക്കറ്റ് വെച്ച് കയറി എയർ ഹോളിലൂടെ നോക്കിയതിന്റെ ഒക്കെ കഥ പറഞ്ഞല്ലോ. ഞാനും കുറച്ച് കഥ പറയാം. മനസ്സിലായ? ആ കഥയും കൂടെ കേട്ടിട്ട് നീയൊക്കെ പോയത്. എനിക്ക് ഈ കൂട്ടത്തില് വേറെ പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ ഈ ഒറ്റ ഒരുത്തമുണ്ടല്ലോ, ഇവന്റെ കാര്യം എനിക്ക് പറഞ്ഞ രാജു ഭായ് ഒന്ന് ഫുൾ സ്ക്രീൻ ഇട്ട് എന്റെ വോയിസ് കട്ടാവും. OBS പോയിട്ട് നിന്റെ ഈ ഫോട്ടോയില് അത് കുറച്ച് വലുതാക്കിയാൽ ഫുൾ സ്ക്രീൻ ഇതാക്കി OBS പോയ. അല്ല, അതെനിക്കറിയാം. ഫുൾ സ്ക്രീൻ അല്ലാതെ മെയിൻ സ്ക്രീന് ഞാൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാം ഉണ്ട്. ഞാൻ പറഞ്ഞത് മെയിൻ ക്യാം ഇട്ടിട്ട് അല്ല മെയിൻ ക്യാമിൽ ഇട്ടിട്ട് അത് ആഡ് ചെയ്യാൻ അറിയാമോ? മെയിൻ ക്യാമിൽ മറ്റേ ഇത് ഓഡിയോ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നീ സ്ക്രീൻ ഇട്ടിട്ടില്ല കേട്ടോ. നിന്റെ ഓഡിയോ, നിന്റെ ആ മൈക്കിന്റെ ഓഡിയോ, ഇൻപുട്ട് ക്യാപ്ചർ മറ്റേ ഇത് അത് ആഡ് കൊടുത്തിട്ട് നീ ഇത് ചെയ്താൽ മതി. ആ മൈക്കിന്റെ പേര് വന്നോ? അത് ഇട്ടോ. എടാ കേക്കാമോ ഗൈസ്? കേക്കാമോ? സൗണ്ട് പോയതാ. ഒരു മിനിറ്റ് സൗണ്ട് പോയതാ. ഇപ്പൊ കേക്കാമോ? നേരത്തെ ഇല്ലായിരുന്നു. അത് ഞാൻ കാരണം ഇത് മാറ്റിയതാ. ഇപ്പൊ കേക്കാമോ? ഞാൻ കാരണം മറ്റേല് ഞാൻ മെയിൻ ക്യാമില് മൈക്ക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ശരി. മനസ്സിലായ? നോ സൗണ്ട്. ഓക്കെ എടാ, ഓക്കെ അല്ലേ മുത്തേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സെറ്റ്. എടാ ഇല്ല. ഞാൻ ഇത് പറഞ്ഞു തീർന്നോട്ടെ. ഞാൻ ഓരോ ആൾക്കാരെ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഓക്കെ. അതിനുശേഷം ഈ വന്ന ദിവസമാണ്. ആ ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്ന ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ഒരു കോട്ടും സ്യൂട്ടും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം വന്ന് ദാമുവിന്റെ വേഷം കെട്ടിയ ദിവസം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ ദിവസം കണ്ടവർക്കറിയാം. വൈകുന്നേരം ഇവ നമ്മളവിടെ വന്നപ്പം ഇവൻ ഫസ്റ്റ് വന്നിട്ട് ഇവന്റെ ഫോൺ ചാർജ് ഇല്ലെന്നും പറഞ്ഞ് ഇവൻ കുത്തിയിട്ടിട്ടാ ഇവൻ പുറത്തു പോയത്. മനസ്സിലായി? ഇവന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഫോൺ ഇത്രയും വട്ടം കോൾ അടിക്കണം, ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ വെളിയിൽ പോയിട്ട് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നതാ. ഈ ജാസി എന്ന് പറയണവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ പുറത്തുനിന്ന് കയറി വന്നതാ. മനസ്സിലായ? അവന്റെ ഇൻട്രോ അങ്ങനെ അവന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഇവന്റെ എടാ സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടില്ല. സൂപ്പർ ചാറ്റ് ഓഫാ. സൂപ്പർ ചാറ്റ് വേണ്ട. മനസ്സിലായ? ഇവ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറി വന്നതാ ഇവൻ. മനസ്സിലായോ? ഇവന്റെ അമ്മുമ്മ ഇവൻ ഫസ്റ്റ് ഇവന്റെ ഒരു സെന്റിമെന്റൽ
ഒരു സെന്റിമെന്റ് പിടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇവനൊരു സെന്റിമെന്റ് പിടുത്ത സാധനം ഉണ്ടല്ലോ. വൈകുന്നേരം എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി 9 മണിക്ക് എന്തോ അന്നത്തെ ദിവസം ഇവന്റെ 8 മണി 9 മണി 10 മണി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വലിയ എന്ന് പറഞ്ഞ ഇവന്റെ അമ്മുമ്മ നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദ് ഉൾപ്പെടെ നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദും അമ്മു ഈ പറയണ ഇവനും കൂടെ നമ്മൾ 4 പേര് ആ വീട്ടിൽ പോയിരുന്നു. ഇവന്റെ അമ്മുമ്മ മരിച്ചെന്നും പറഞ്ഞാണ് ആദ്യം ഇവന്റെ ഒരു വീഡിയോ ഇറങ്ങണതും ഇത് ഭയങ്കര രീതിയിൽ കയറിയിട്ട് ഒരു സാധനം ഇവന് ഉണ്ടാക്കണതും. മനസ്സിലായ? ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടുകാർ ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു എന്നും മീൻസ് ഇവന്റെ ഫോണിൽ കോൾ വന്നു, ഇവന്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഇവന്റെ വല്യമ്മ ആ വയസ്സായ അമ്മുമ്മ മരിച്ച കേസ്. ഇവന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവ ഭയങ്കര അഭിനയവും ഭയങ്കര പറയൊക്കെ ആയിരുന്നല്ലോ അത് ഈ കിടന്ന് സ്ക്രീനിൽ കിടന്നിട്ട്. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ നിന്ന് ഇവ അറിഞ്ഞു ഇവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവ അറിഞ്ഞു. എന്ത് പ്രൂഫ്? നിനക്കൊക്കെ എന്ത് അണ്ടി വേണം? എടാ കൂടെ നിന്നേണ്ട, മനസ്സിലായ? ഊമ്പിക്കാറിനൂടത്തോണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാൽ അവന്മാരെ കൂട്ടത്തി അപ്പുറത്തോട്ട്. മനസ്സിലായ? എടാ എന്ത് പ്രൂഫ്? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ പോടാ അവന്റെ വീട്ടില്. നീയൊക്കെ പോയിട്ട് അന്വേഷിച്ച് നോക്കടാ അവന്റെ വീട്ടില് മരണം സംഭവിച്ച് എത്ര മണിക്കാണെന്ന്. നീയൊക്കെ പോയി അന്വേഷിച്ച് നോക്കടാ. ഇനി ഞാൻ അതിന് നിനക്കൊക്കെ പ്രൂഫ് പറഞ്ഞോ? എടാ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ ഇപ്പം വന്ന് നിങ്ങളടുത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തണ്ടിക്ക് എനിക്ക് അവന്റെ വീട്ടിലൊരു മരണം എനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താ? അന്നത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. ഇവന്റെ അമ്മുമ്മ മരിച്ചതാണ്. മനസ്സിലായ? ലൈവിൽ ഇവന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും ലൈവിൽ സെന്റിമെന്റ് പിടിച്ച് ഊമ്പാൻ വേണ്ടിയിട്ട് ഇവ നമ്മളടുത്ത് ആ വീട്ടിൽ കൂടെ ഇന്ന് നമ്മളടുത്ത് പോലും പറയാതെ ഇവ ലൈവിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഇത് കണക്ക് മെസ്സേജ് നമ്മളെ കാണിച്ചു. മനസ്സിലായ? ആ പറയണ മെസ്സേജിലുണ്ടായിരുന്നു നമ്മൾ കണ്ട ആ മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് എത്ര മണിക്കാണ് വന്നതെന്നുള്ളത്. മനസ്സിലായ? ഇത് ഇവൻ ലൈവ് കഴിഞ്ഞിട്ട് ഇവൻ ഇനി പോയിട്ട് വേറൊരു ദിവസത്തേക്ക് ഇതാക്കാൻ പറ്റൂല. ഇതൊന്നും വേറെ ദിവസത്തേക്ക് അവൻ ആക്കാൻ പറ്റൂല. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് എനിക്ക് നിങ്ങൾക്ക് തെളിവും കാര്യങ്ങളും ഒന്നും എനിക്ക് തരാൻ താല്പര്യമില്ല. എന്തു മതി? നിനക്ക് ജാസ്തിയുടെ കുണ്ണ പിടിക്കാനാണ് താല്പര്യം. നീ പൊയ്ക്കോ. നീ ഇവിടെ ലൈവ് ഒന്നും നീ ഇരിക്കണ്ട. മനസ്സിലായ? എന്ത് മതി? ഞാൻ ഇത് തുടങ്ങോടാ. ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ഈ പറയണ ഈ ഉണ്ടനെന്ന് പറയണ ഇവ ഉണ്ടല്ലോ, ഈ ജാസ്തി എന്ന് പറയണമേ, എനിക്ക് ആ കൂട്ടത്തിൽ എന്തും ഞാൻ വിടും. ഇവനെന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് അവിടെ കാണിച്ച പിറപ്പ് ഞാൻ ഇനിയും തെളിവ് തരാടാ നിനക്കൊക്കെ. ഇനിയും തെളിവ് തരാം. നീയൊന്നും ഇത് വിശ്വസിക്കല്ലേ മക്കളെ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കല്ലേ. ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് തരാം. മനസ്സിലായ? ലൈവ് എൻഡ് മുമ്പേ എന്തിനു വേണ്ടിയിട്ടാണ് ഇവന്മാര് ഗ്യാങ് തല്ലി തിരിപ്പിച്ചതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ ഇത്ര അറ്റാക്ക് ചെയ്ത് ഊമ്പിച്ചതെന്നും നിങ്ങൾക്ക് ഞാൻ ഒരു തെളിവ് തരാം. അത് പ്രൂഫ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതിടാ. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. മനസ്സിലായ? അത് കണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണം? നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷൻ ആവണം? ഇത്രയും നാളെ മതിയടാ. അത്രയും എന്റെ കൂടെ മനസ്സിലായ? ഇത്രയും നാള് ഈ പറഞ്ഞ് നമുക്ക് ഹേറ്റ് ചേർന്നവരും ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കണവരും ഇപ്പൊ നമ്മളെ സ്നേഹിക്കണവരും എല്ലാവരും MRC ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ. മനസ്സിലായ? നമ്മളെ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഈ നിന്ന് നമ്മളെ എന്റെ അടുത്ത് ഇത്രയും സംസാരിക്കണത്. എന്റെ ചാറ്റിൽ ഇപ്പൊ ചാറ്റ് ഇട്ടോണ്ടിരിക്കുന്ന എല്ലാവരും MRC ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ. അല്ലാതെ ഇതിന് പുതിയ ഓഡിയൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്കൊക്കെ എന്നെ ചീത്ത വിളിക്കാം, നിനക്കൊക്കെ എന്നെ തെറി പറയാം, നിനക്കൊക്കെ എന്നെ എന്തും പറയാം. മനസ്സിലായ? എന്തും പറയാം. തരാവുള്ളൂ, തന്നിട്ടേ വിടുള്ളൂ. ഇവന്മാർ ഇതൊക്കെ എന്തിനാണ് ചെയ്തതെന്നുള്ളത് അതൊക്കെ വളരെ ഇതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടാ. മനസ്സിലായ? ഇത്രയും ദിവസത്തെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ 3000 റെക്കോർഡിംഗ് ഉണ്ടല്ലോ മോനെ, ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇത് എല്ലാം കേട്ട് ഞാൻ തീർത്തത്. ഒരുപാട് സാധനം തരാനുണ്ടാ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരൊറ്റ റെക്കോർഡിങ് കേട്ടാ, ഒരൊറ്റ സാധനം ഈ ഫോണിൽ നിന്ന് ഞാൻ കേട്ട്
ഈ ഒറ്റ സാധനം കേട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ അത്രയ്ക്ക് ഒരു കുണ്ണയായി പോയടാ. ഇവന്മാർക്ക് ഇത്രയും നാൾ ഇവനെയൊക്കെ ആ വീട്ടിൽ അത്രയും നല്ല രീതി ഇവനെയൊക്കെ നോക്കിയത്. ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവന്മാര് കുറെ ഇത് പറഞ്ഞല്ലോ. ഞാൻ ആ വീട്ടിൽ 2.5 വർഷം ഞാൻ ചെന്നിട്ട് 2.5 വർഷമായി. ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞാൻ ഈ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസയ്ക്കോ പണത്തിനോ ഫെയിമിനോ പറിക്കോ വേണ്ടിയിട്ടല്ല അവിടെ നിന്നേന്നുള്ളത് എനിക്ക് ഇന്ന് നല്ല വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. മനസ്സിലായ? ഞാൻ പൈസയ്ക്കോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാൻ അവന്റെ കൂടെ നിന്നത്. അങ്ങനെ ഞാൻ അവന്റെ കൂടെ നിന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ നിറങ്ങിയ ഞാൻ മുനുവിനെ ഒരിക്കലും മാറ്റി നിർത്തൂല കേട്ടോ. ഞാൻ മുനുവിനെ ഒരിക്കലും മാറ്റി നിർത്തൂല. മുനു ഞാനും പല കാര്യങ്ങളിലും ആ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഞാനും മുനുവും തമ്മിൽ. പക്ഷെ അതെല്ലാം ഉണ്ടായത് എന്തിനാണെന്നറിയാമോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ഞാൻ മുനുവായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞാനും മുനു ഇന്ന് നല്ല രീതിയിലാണ്. ഞാൻ മനസ്സിലായ? മുനു ഒരിക്കലും ഈ പൈസ കൊണ്ട് കൂടെ പോയെന്ന് ഞാൻ പറയൂല. പൈസയ്ക്കോ ഫെയിമിനോ വേണ്ടിയിട്ട് മറുകണ്ഠം ചാടിയെന്നോ അല്ലെങ്കിൽ വേറെ പലതിനും വേണ്ടിയിട്ട് പോയത് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോളൂ. ഈ പറഞ്ഞ മുനവർ എന്ന് പറഞ്ഞ വ്യക്തിയും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടാ. അല്ലാതെ അവന്റെ പൈസയ്ക്ക് അവന്റെ ഇതിനും വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് നിൽക്കാനായിരുന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ഫസ്റ്റ് ലൈവ് മമ്മു തുടങ്ങിയതിനു ശേഷം ലൈവ് തുടങ്ങാൻ പറഞ്ഞത് എന്റെ അടുത്താണ്. മനസ്സിലായ? ഫസ്റ്റ് മമ്മു ലൈവ് തുടങ്ങി കഴിഞ്ഞപ്പോ ലൈവ് തുടങ്ങാൻ പറയണ എന്റെ അടുത്താണ്. അന്ന് എന്റെ അടുത്ത് ഈ പറയണതിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, റാംബോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ഇന്നലെ കയറി വന്ന ജാസി ഇവിടെ ലൈവ് തുടങ്ങണ്ടെന്ന് ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഇതൊക്കെ നാളെ വന്ന് നിരസിക്കുമായിരിക്കും. നാളെ വന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവമേ നടന്നില്ലെന്ന് പറയായിരിക്കും. അല്ലെ ഇനി എപ്പം വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി എപ്പം വരുമെന്നൊന്നും പറയാനൊന്നും പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? പല കേസിന്റെ പുറകെയല്ല. ഇനി എപ്പോഴൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂത്രം മാറ്റക്കം, ചോര മാറ്റക്കം, എന്താ എയ്ഡ്സ് വല്ലതും ഉണ്ടാ മൂത്രം മാറ്റാൻ വേണ്ടിയിട്ട്? എന്തോ അത് അതിന്റെ രീതി നടക്കട്ടെ. അതിന്റെ രീതിയിൽ ഞാൻ വേറെ കുറച്ച് കഥകളൊക്കെ അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇന്ന് ചീത്ത വിളിച്ചവര് നാളെ വൈറ്റ് വാഷ് ചെയ്യുമോന്നാ, എന്തൊക്കെയോ മാറ്റണോന്നാ, അതെന്തോ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിലേ ഇത് കുറച്ച് തുമ്പുമാലും കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലായി കാണും. മനസ്സിലായ? അപ്പൊ ഈ പാമ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. പാമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഈ ഫോണെന്ന് പറയണത് ഇത് ഈ പാമ്പെന്ന് പറയുന്ന തായളിയുടെ ഫോണാണ് ഈ ഫോൺ. മനസ്സിലായ? ഈ ഫോണിന്റെ അകത്തുനിന്നാണ് ഈ സാധനങ്ങൾ മൊത്തം കിട്ടണത്. ഇവ നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവ കക്കൂസി പോലും ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നെന്ന് എനിക്ക് സംശയം ഉണ്ടോ? മനസ്സിലായ? കക്കൂസി പോലും ഇവ ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇനി അതിന്റെ വീഡിയോ നാളെ വരുമായിരിക്കും. അറിഞ്ഞൂടാ. സീരിയസ് ആയിട്ട് അറിഞ്ഞൂടാ. മറ്റേ പ്രൂഫ് ഞാൻ നിങ്ങളടുത്ത് തന്നിരിക്കും, എന്നിട്ടേ പോകൂ. മനസ്സിലായ? കോൾ തായോളിയാ? ആ തായോളി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചിട്ട് ഇവനേക്ക് എന്തിനാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമേ മൊത്തത്തിൽ വിട്ടാ. ഞാൻ ഒരു കാര്യം അതിൽ ഒരുത്തന്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം നീയൊക്കെ ആലോചിച്ചാൽ മാത്രം മതി. എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാക്കും. ഈ കണ്ടതൊന്നും അല്ല സത്യമൊന്നും. നിന്നെയൊക്കെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച ആരൊക്കെയെന്നും എല്ലാം നീയൊക്കെ നാളെ അവന്മാർക്കെതിരെ നീയൊക്കെ തിരിയും. ഇവന്മാര് പോണ ഓരോ സ്ഥലങ്ങളിലും ഇവന്മാര് അവന്മാർക്കെതിരെ തിരിയും. മനസ്സിലായ? നിന്റെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിന്ന് പോണതിന് മുമ്പ് നിനക്കൊക്കെ പ്രൂഫ് വന്നിട്ട് ഞാൻ പോകണമെന്ന് ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞു. മനസ്സിലായല്ല? അതുവരെ നിൽക്കാൻ പറ്റണവര് ഇവിടെ നിന്നാ മതി. അതുവരെ നിൽക്കാൻ പറ്റണവർ ഇവിടെ നിന്നാ മതിടാ. ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് തരാതെ പോകൂല. ഇവന്മാര് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം ഞാൻ കേട്ടിട്ട് ഒരു ഒറ്റ സാധനം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ ജാസി അങ്ങനെയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ജാസി പിന്നെ എങ്ങനെയാടാ? ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയട്ടാ. നമ്മളൊരു ഒറ്റ ലൈവില് നമ്മൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാ? നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കാനോ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ കഞ്ചാവ് ഉപയോഗിക്കാനോ സിഗരറ്റ് ഉപയോഗിക്കാനോ മദ്യം ഉപയോഗിക്കാനോ ഏതെങ്കിലും സാധനത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
ഈ പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ നമുക്കൊക്കെ ഈ ഒരു സാധനവും ഈ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്ന വ്യക്തി ഉൾപ്പെടെ നിങ്ങളെങ്കിലും ഒരു ദിവസമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഒറ്റ ലൈവില് ഒരു മിനിറ്റ് ഒരു സെന്റൻസിലെങ്കിലും ഈ സാധനം ഈ മയക്കുമരുന്നും കഞ്ചാവ് ഈ പറഞ്ഞ ലഹരി സാധനങ്ങളും ഉപയോഗിക്കാൻ നിങ്ങൾ അവൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാ? നിങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാ? എങ്ങനെ? നോ 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 നോ. ഇല്ല, ഇല്ലടാ. ഇല്ലാത്തോണ്ടല്ലേ പറഞ്ഞ ഇല്ല. വാട്ട് അബൌട്ട് അസ്പാക്ക്? വരാം, അടുത്ത അതിലോട്ട് വരാം. എടാ ഇതെന്ന് പറഞ്ഞാലേ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ വ്യക്തി നമ്മളാ ഗ്യാങ് ഹൗസിലുള്ള ആരെടുത്ത് ചോദിച്ചാലും എല്ലാവരും നിങ്ങളടുത്ത് പറയേണ്ട ഒരു പേരായിരിക്കും. ആ വീട്ടില് ഇത്രയും കുത്തിത്തിരിപ്പും ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ വേറെ ഒരുത്തൻ, ഞാൻ പറയാനാണ്, ഇവനെ പോലെ ഒരുത്തൻ വേറെ ഒരു ഫാമിലിയിലും കാണൂല, ഇവനെ പോലെ ഒരുത്തൻ വേറെ ഒരു കുടുംബത്തിലും കാണൂല. ഞാൻ ഇവന്റെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇവന്റെ വീട്ടുകാരുടെ അടുത്താണ് ഞാൻ പറയണത്. ഇവ ഇപ്പൊ നിൽക്കണം ഇവന്റെ വീട്ടുകാരുടെ അടുത്ത്. ഇവ ഇന്ന് ഈ വീഡിയോ ഇടുന്ന സ്ഥലത്തും അവിടെ ഞാൻ കഴിഞ്ഞ ഇവന്റെ വീഡിയോയിൽ കുറെ കുട്ടികളെയൊക്കെ ഇവന്റെ അടുത്ത്, ഞാൻ ഇവന്റെ വീട്ടിൽ ഇവന്റെ അടുത്ത് കുറെ കുട്ടികളെയൊക്കെ കണ്ട്. ഞാൻ പറയാല, മദ്യത്തിനെ മയക്കുമരുന്നിനെ കാട്ടി ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞാൽ ഇവനാണ്. മദ്യത്തിനെ മയക്കുമരുന്നിനെയും കാട്ടി ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞാൽ ഇവനാണ്. മനസ്സിലായ? ഇവനെ കണ്ടാണ് ആ കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാത്ത. ബാക്കി എന്ത് കണ്ടാലും, ബാക്കി എന്തിൽ ആരൊക്കെ ഇൻഫ്ലുവൻസ് ആയാലും അത് സ്വന്തമായിട്ടുള്ള ഇതാണ്. മനസ്സിലായ? നമ്മളാ വീട്ടിൽ ഒരു പ്രശ്നം പോലും ഇല്ലാതിരുന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വെക്കൊണ്ടിരുന്നപ്പം ഇവ ആദ്യം ഒറ്റയ്ക്ക് ഇവ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇവൻ 2 എഡിറ്റർമാരുണ്ടായിരുന്നു, ഇവരെ കൂട്ടത്തിലാക്കി. എഡിറ്റർമാരെ വോയിസ് ഒക്കെ കേൾക്കണോടാ മുത്തേ. ഇവനൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തായി, നമ്മളെ പ്ലാൻ ഉടനെ വല്ലതും വർക്കൗട്ട് ആവുമോ? നമ്മളെ പ്ലാനൊക്കെ ഉടനെ എല്ലാം പുറത്ത് വരുമോ? ഉടനെ എല്ലാം പുറത്തു വരാം. എടാ ഇവന്റെ ഒരു ചെറിയ പാമ്പ് സാധനം ഞാൻ കാണിച്ചു തരാടാ. ഞാൻ അതിന് മുമ്പ് ഈ പാമ്പ് സാധനം എന്തുകൊണ്ട് ഇവ പറഞ്ഞെന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇവന്മാര് ഈ എഡിറ്ററും ഇവനും തമ്മിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കളികളാണ് മുത്തേ. ഞാൻ മുനുവും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊപ്പിയുടെ അടുത്ത് പറഞ്ഞതിന് മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന മുനുവാണ്. മനസ്സിലായ? ഞാൻ തൊപ്പിയെടുത്ത് പറഞ്ഞതിന് മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ബാക്കി കാര്യങ്ങളെല്ലാം, ഈ വീട്ടിൽ ചെലവ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുനുവാണ്. മുനുവിനെ ഈ കൂട്ടത്തിൽ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടാ മോനെ? ആരെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ മുനുവാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്നതിന് ശേഷം മുനുവാണ് പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കുന്നത്. പിന്നെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അവന്റെ മാനേജറായിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് വരണം, അവന്റെ മാനേജറായിട്ട്. അല്ലാതെ എന്നെ സ്ട്രീമിങ്ങിൽ മുന്നോട്ട് കൊണ്ടുവരാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവന്റെ മാനേജറായിട്ടാണ് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായ? അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എന്നെ അവിടെ എടുക്കണം, ജോലിക്ക് എടുക്കണം. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ്. മനസ്സിലായ? ഇത് മുന്നോട്ട് വന്ന സമയത്ത് എന്താ മുനവറിനെ അറിഞ്ഞൂടെ? മുനവറിനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ? മുനവിർ മുനു ജമ്മ്. അതെ ഞാനും ഇവനും തമ്മിൽ ഒരു പ്രശ്നമായി. എടാ നമ്മളെ കൂടെ നിൽക്കണവര് അല്ല, ഞാൻ നിങ്ങളടുത്ത് ചോദിക്കണേ. പ്രൂഫ് വരാം. അതിന്റെ പ്രൂഫ് ഞാൻ ഇപ്പൊ തരാടാ. ഇവന്റെ ഒരു ചെറിയൊരു പാമ്പത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളൊരു 3 കൂട്ടുകാരുണ്ട്. ഇതിന് 2 പേര് പരസ്പരം ഒരു കാര്യത്തിന് തെറ്റിയോ പരസ്പരം ഒരു കാര്യത്തിന് വഴക്കുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത് നിൽക്കുന്ന വ്യക്തി എന്തായിരിക്കും ചെയ്യണത്? ഈ 2 വ്യക്തികളെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ നോക്കോ? അതേ 2 പേരെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് മൂപ്പിച്ച് വിട്ട് കൂട്ടത്തിൽ അടിയുണ്ടാക്കാൻ നോക്കോ? പറയടാ. നമ്മൾ 3 വ്യക്തികളുണ്ട്. 2 വ്യക്തികൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമായി, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു ചെറിയൊരു പിണക്കമായി. ഈ പിണക്കം ആകുമ്പോഴത്തേക്ക് ഈ മൂന്നാമത്തെ വ്യക്തി കോംപ്രമൈസിന് ശ്രമിക്കോ? ഈ 2 പേരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കോ? 2 പേരെടുത്ത് എടാ അവൻ തായോളിയാണ്, അവനാണ് നിന്റെ മണ്ടയില്, എന്നിട്ട് അപ്പുറത്ത് എന്നിട്ട് എടാ അവൻ അങ്ങനെയല്ലേ, അവൻ മറ്റതാണ്, അവൻ ഗുണ്ടയാണ്, നീയാണ് അവന്റെ മണ്ടയിലെന്ന് പറയോ? സോൾവ് ആക്കാൻ നോക്കും. സോൾവ്. ഞാൻ ഇതിനൊരു കാര്യം കാണിച്ചു തരാടാ മുത്തേ. വെയിറ്റ് ആക്ക. ഹലോ ഇതല്ലടാ, ഒരു മിനിറ്റ്. ഹലോ ഇതും അല്ലടാ, ഇതെല്ലാം ഇവന്റെ പാമ്പത്തരോ. ഒരു മിനിറ്റ്. സോൾവ്. അതേടാ, അങ്ങനെ ചെയ്യുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുള്ളേ.
നിങ്ങളൊരു സാധനം കേൾക്കണം മുത്തേ. ഇതെല്ലാം ഞാൻ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇട്ടേക്കണതാ. ഞാൻ ഫസ്റ്റ് ഒരു സാധനം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇടയിൽ നിൽക്കണ ഈ പാമ്പ് പുണ്ടച്ചി മോന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ രീതിയിലൊന്നും എടുക്കണ്ട, ചെറിയൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇവന്റെ തമ്മിലടി ഒന്ന് കാണിച്ചു തരാം. വിളിച്ചത് രണ്ടാളോ? ചർച്ച തുടങ്ങിയ ചർച്ച അവസാനിപ്പിക്കണ്ട. എന്നാ ശരി വിടട്ടെ എല്ലാം തിരികേറ്റി കൊടുത്തോ. അങ്ങനെ എല്ലാം തിരികേറ്റി കൊടുത്തോ കേട്ടോ. അതാണ് ഇതാണ് വീട് മാറി മാക്സിമം തിരികേറ്റ്. മുനുവിനോട് പറയേണ്ടത് നീ തന്നെയാണ് ഇത് അധികാരം റാമ്പ് പിടിച്ചെടുക്കുക എന്നുള്ളതിൽ പറഞ്ഞാൽ മതി. നമ്മൾ തിരികെ കയറ്റിയിടേ. നോക്ക് ശരി എന്നാൽ ഞാനൊരു 7 മണിയാകുമ്പോ എത്തും. മനസ്സിലായടാ? എങ്ങനെയാടാ? ഏടാ ഓക്കേടാ 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 ഓക്കേടാ. ഞാൻ ഉണ്ടാക്കിയടാ. വെച്ച് ഞാൻ ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, ഒരു വെച്ച് ഞാൻ ഉണ്ടാക്കിയടാ. ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയതാ. എടാ മുത്തേ സൗണ്ട് ലോ ആണെന്നുണ്ടെങ്കിലേ ഇവന്റെ ഫോണിൽ ഇതാണ്ട ഈ ഡെപ്പ ഫോണിൽ അത്രേ സൗണ്ട് ഉള്ളൂ. എടാ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഗായ്സ് എടാ സീരിയസ്ലി ആണാ ഏടാ ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. മനസ്സിലായ? ഈ സാധനം ഞാൻ ഉണ്ടാക്കിയ സാധനമാണേ. ഇതിന്റെ ഫുള്ള് വേണോടാ മുത്തേ? ഇതിന്റെ ഫുള്ള് വേണോ? ഇതിന്റെ ഫുൾ പ്രൂഫ് വേണോടാ? വേണോ? എടാ വേണോ ഫുള്ള് വേണോ നിങ്ങൾക്ക്? വേണോ വേണ്ടേന്ന് പറ. വേണോ? ഇത് നിങ്ങൾ ആണെന്നല്ലേ പറഞ്ഞത്? ഇതിന്റെ ഫുള്ള് വേണോടാ? പറ, ഇതിന്റെ ഫുള്ള് വേണോ? പറ. എന്തേ എന്തിന്? യെസ് ഇതിന്റെ ഫുൾ വോയിസ് വേണോ? ഇത് കോൾ എടുക്കണ തൊട്ട് ഞാൻ പിന്നെ അത്യാവശ്യത്തിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഒരുത്തന്റെ ഒരുത്തന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം ഇത് നിങ്ങളെ ആവശ്യമില്ലാത്ത ഫുള്ളായിട്ട് കാണിച്ച് ഇതിനെ ബാഡാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇത് ആവശ്യത്തിന് എടുത്ത് വെച്ചാണ്. ഒരു മിനിറ്റ് എടാ, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഹൈഡ് ചെയ്യണം. കാരണം വാട്സപ്പിലാണ് ഞാൻ ഞാൻ ഇത് അയച്ചു കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ച വാട്സപ്പിൽ. ഒരു മിനിറ്റ് എടാ, ഒറ്റ മിനിറ്റ് എടാ. ഒരു മിനിറ്റ്. ഹലോ പറ. ഇതല്ലടാ എന്താ എന്ത്? ഒരു മിനിറ്റടാ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് വേറെ ഒന്നുമല്ല, ഒരു പയ്യന്റെ എന്റെ എഡിറ്റർ ഉണ്ട്. അവന്റെ നമ്പർ എനിക്ക് വെറുതെ വെളിയിൽ കാണിച്ച് അവന് ഇത് കൊടുക്കാൻ എനിക്ക് വയ്യതാ. കേട്ടല്ലോടാ മോനെ? ഇത് ആരാ വിളിക്കണേന്ന് കണ്ടല്ലോ? ഈ ടാഗ് കണ്ടല്ലോ? ഈ ടാഗ് കണ്ടല്ലോ? കണ്ടാ? ഈ ടാഗ് കണ്ടാ? കേട്ടോ? എന്താ എന്ത്? എവിടെ നമ്മള് സ്റ്റേഷനിലെല്ലാം പോയി. ഇപ്പൊ ഷൊർണൂരല്ല, ഇവിടുന്ന് ഇനിയിപ്പോ ട്രെയിൻ കയറും. ഒരു 7 മണിയാകുമ്പോ എത്തും. ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ടോ? ഞാനും അമ്മ എല്ലാരും. അപ്പൊ ബാക്കിയുള്ളവർ നാടെത്തിയിട്ടില്ലല്ലോ. എടാ ഇത് സംസാരിക്കണ 3 പേര് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന 2 എഡിറ്റർമാര് ഈ പറയണ ജാസി എന്ന് പറയണവനെ കാണാത്തത് കൊണ്ട് അവനെ വിളിച്ചതാണ്. മനസ്സിലായ? അപ്പൊ ഇവ അവിടെ ഇല്ല. ഈ ജാസി എന്ന് പറയണവൻ വീട്ടിൽ ഇല്ല. ഇവനെയൊക്കെ ഈ പേരൊക്കെ കണ്ട് അറിയാന്നുള്ളവർ മതിയുടെ ഇവിടെ. അറിയാന്നുള്ളവർക്ക് ഇത് മനസ്സിലാവോടാ? മനസ്സിലായ? നിങ്ങൾ കഥ അറിഞ്ഞാലാ ഇനി ബാക്കി കേള്. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ പോയ, പിന്നെന്താ എത്താണ്ട്? ഷമീറൊപ്പം വരും. ബാക്കി ആരാ? റാംബോ
മോനും എന്താ മോഡലിംഗ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞോ. റാംബോ റാംബോക്ക് അപ്പുറം ഞങ്ങളിപ്പറ. ഓ എന്താ വിളിച്ചത് രണ്ടാളും? അനാൻസിയാ എന്താ ചർച്ച തുടങ്ങിയ? ചർച്ച അവസാനിപ്പിക്കണ്ടേ? എന്നാ ശരി എന്നാല്. വിടട്ടെ എല്ലാം തിരികേറ്റി കൊടുത്തോ? മുന്നു വിളിച്ചേരി ആ ഏട്ടാ അതാണ് ഇതാണ്. എന്താടാ എന്താടാ ഇപ്പൊ കണ്ണൂർ സ്ലാങ്ങിലും കോഴിക്കോട് സ്ലാങ്ങിലൊക്കെ വരുവോടാ വരുവോ? ഇപ്പൊ കണ്ണൂർ സ്ലാങ്ങിലും കോഴിക്കോട് സ്ലാങ്ങിലൊക്കെ വരുവോ? പറ വരുവോ? ഏടാ വരുവോ? നീയൊക്കെ എവിടെന്നെങ്കിലും പി ആർ എടുത്തിട്ട് ഇത് എന്നാണ് നീയൊക്കെ ഇപ്പോഴും പറയണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇരുന്ന് പറഞ്ഞോ. ഞാൻ ഇവിടെ ഇത് കാണിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ എയും നിന്റെയൊക്കെ പി ആറും കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ചാറ്റ് നോക്കി ഞാൻ ഇവിടെ നിന്ന് പേടിച്ചോടൂല. മനസ്സിലായ? എന്നെ അറിയാന്നുള്ളവരെ നമ്മളറിയാന്നുള്ളവർ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്കറിയാം ഇത് എന്താണെന്ന്. മനസ്സിലായ? നിന്നെയൊക്കെ ഇത്രയും നാൾ ഈ വർഷങ്ങൾ കൊണ്ട് ഇവിടെ അറിയാന്നുള്ളവന്മാർക്ക് അറിയാം ഇത് എന്താണെന്ന്. മനസ്സിലായടാ കുന്നാളെ? വീട് മാറി വരണേ. മാക്സിമം തിരികെറ്റ്. മോനുവിനോട് പറയേണ്ടത് നീ തന്നെയാണ് ഇത് അധികാരം റാമ്പ് പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. നമ്മൾ തിരികെ കയറ്റിയിടേ. ഏതായാലും നോക്ക്. ശരി എന്നാല് ഞാനൊരു 7 മണിയാകുമ്പോ എത്തും. ആയിക്കോട്ടെ ശരി. ശരിയടാ നിനക്കൊക്കെ എന്തിനായിരുന്നു റിയൽ വരട്ടെ ഇനിയും വേണ്ടേ? ഇതൊരെണ്ണം മതിയാ? ഇതോടുകൂടി തീർക്കാമോ? ഇതോടുകൂടി തീർക്കാമോ? W 100% പറ. ഞാൻ പറഞ്ഞ് നമ്മളറിയാന്നുള്ളവരെ, നമ്മളെ സൗണ്ട് കേട്ടവരെ, നമ്മളെ കൂടെ ഇത്രയും നാളായിട്ട് ഈ അവസാന വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളവര് മാത്രമേ ഇത് അറിയാൻ പറ്റൂ. പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ നീയൊക്കെ ബാക്കിലോട്ട് പോ. നീയൊക്കെ കുറച്ച് റീവൈൻഡ് അടിച്ച് ബാക്കിലോട്ട് പോയിട്ട് ഈ കഥകളൊക്കെ ആദ്യം തൊട്ട് കേട്ടിട്ട് വാ. ഒരു AI വോയിസും കൂടെ തരട്ടാടാ മോനെ. ഇവന്റെ ഒരു അമ്പി AI വോയിസും കൂടെ തരട്ടെ. ഇനി ഒരു സാധനം ഉണ്ട്, ഈ അവസാനം വരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട്. അതില് മനസ്സിലാവും യവന്മാർ ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവസാനം ഞാൻ ഒരു സാധനം കേൾപ്പിച്ചു തരും. ഇപ്പൊ ഞാൻ ഒരു ഇവന്റെ ഞാൻ വീട്ടിൽ നിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. ആ വീട്ടിലുള്ള വ്യക്തികളെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ജാതിയും മതവും പറയണല്ല. നമ്മളൊരാള് എന്റെ ഇപ്പൊ ചാറ്റിൽ വന്നിട്ട് റാംബോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെന്ത് പറയും? വലൈക്കും അസ്സലാം. പറഞ്ഞ നിങ്ങളാണെങ്കിൽ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയണത്? നിങ്ങൾ ഇതേ കണക്ക് പറയോ അതേ വേറെ വല്ലതും പറയോ? നിങ്ങൾ ഇതേ കണക്ക് പറയോ വേറെ എന്തെങ്കിലും പറയോ? പറ. ഇത് പറഞ്ഞിട്ട് ഞാൻ അടുത്തത് കാണിച്ചിട്ട് നിങ്ങൾ ഇതേ കണക്ക് തിരിച്ച് ഞാൻ പറഞ്ഞ കണക്ക് വലൈക്കും അസ്സലാം പറയോ അതേ നിങ്ങൾ വേറെ എന്തെങ്കിലും തെറി വിളിക്കോ ചീത്ത വിളിക്കോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യോ? നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു പയ്യെ നിങ്ങളടുത്ത് ഒരു ദിവസം കാണുമ്പോഴത്തേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പറ. W പറ, കാര്യം പറയടാ. അല്ല എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇനി അതിനൊരു കാര്യം കാണിച്ചു തരാടാ. ഇതും കൂടെ ഒന്ന് കേട്ടോടാ. ഇവ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി വീട്ടിൽ അത്രയും അച്ചടക്കത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇപ്പൊ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വീട്ടിൽ കയറി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണ ഈ ഇവ എവിടെയൊക്കെ പഠിച്ച് ഇവനൊക്കെ ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും പറയൂലെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇതൊന്ന് കേട്ടോക്കണേ. ഇത് കണ്ടപ്പോ ഇത് ജസ്റ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നിയത്. ഇവന്റെ യഥാർത്ഥ അത്രയും നല്ലവനെന്നല്ലേ ഇവൻ പറഞ്ഞത്. കേട്ടോക്ക്. ഹലോ പറ. വലൈക്കും അസ്സലാം ഒന്നും എന്റെ ഉമ്മാനോട് വരാൻ പറയില്ല. കാര്യം പറഞ്ഞിട്ട് വാടാ പുണ്ടച്ചീമനെ. വലൈക്കും അസ്സലാം പറയില്ല. അത് പറയാൻ പാടില്ല. ഹിന്ദുക്കളോടും ഇങ്ങനെ പറയരുത്. അല്ലടാ എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. എനിക്ക് ഇതിലിപ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്രയും നാൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് കേട്ടപ്പോ ഞാൻ എടുത്ത് ഇട്ടേണ്ട.
ഇത് കേട്ടപ്പോൾ ഞാൻ തിട്ടേണ്ട. എൻ്റെ അടുത്ത് ആരെങ്കിലും ഇത്രയും നാൾ അസ്ലാമിലേക്കും പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടിൽ നിൽക്കുന്നവർ ഉൾപ്പെടെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളും തിരിച്ച് ആ രീതിയിലായിരിക്കും പറയണത്. പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞൂടോ ബ്രോ, വാട്ട് ദ ഫക്കമ്മോ. ഞാനല്ല മോനെ ഇതൊന്നും പറഞ്ഞ, ഞാനൊന്നുമല്ല ഇത് പറഞ്ഞത്. ഇത് എടേ മര്യാദക്ക് ഇത് ഡബ്ല്യൂ ഇടല്ലേ മാറ്റ് ഡബ്ല്യൂ ഇടല്ലേ ആക്കാതെ ഇത് മുന്നോട്ട് പോകൂലേ. ഡബ്ല്യൂ ഇടല്ലേ മുത്തേ, നിങ്ങൾ ഡബ്ല്യൂ ഇടല്ലേ. ഇത് ആണ്, ഇത് വോയിസ് ആണ്. ഈ ഫോണിൽ കിടക്കണ 3500 3600 എത്ര വോയിസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം ആണ്. മനസ്സിലായ? നിങ്ങൾ എന്തിനാ ഡബ്ല്യൂ ഇടണം? എന്തിനാ ഡബ്ല്യൂ ഇടണം? എന്തിനാ ഇവരെ നിന്നെ ആരുടെ മൈരി അവിടെ ഉപയോഗിക്കാൻ നോക്കിയത്? നിനക്കൊക്കെ ആ വീട്ടിൽ 2 മെസ്സാടാ. നിനക്കൊക്കെ ആ വീട്ടിൽ 2 മെസ്സാ. അത് സന്തോഷാവട്ടാ, അവര് സന്തോഷാവട്ടാ. കാണുന്നുണ്ടോ ജാസി തള്ളയെ പോളി? കാണുന്നുണ്ടോ നീ? എങ്ങനെ ഷാജഹാൻ വന്ന് വീട്ടിന്റെ വെളിയിൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ ക്രീം ബിസ്ക്കറ്റ് എടുത്ത് നിന്റെ അടുത്ത് ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ നക്കിയല്ലേ. ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഇങ്ങനെ ആണ്ട നക്കിയിട്ട് ഞാൻ മറ്റേ കക്കൂസിന്റെ വണ്ടിയിൽ കയറിയിട്ട് എയർ ഹോളിലൂടെ നോക്കി ഷാജഹാൻ പോയാന്ന്. എങ്ങനെയാണോ ജാസി? പറ ഇങ്ങനെ പറ എങ്ങനെ? നിനക്കിപ്പോ എന്തോന്നുണ്ടാ ജാസി? ഇതൊന്നും അല്ല ജാസി. ഇന്ന് ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടാ. ഞാൻ ബാക്കി കട്ട് ചെയ്യാൻ വേണ്ടി പയ്യന്മാരെ കൊടുത്തേക്കുന്നുള്ളൂ. അവസാന സമയത്താണ് ലൈവ് ഇടാന്ന് തീരുമാനിച്ച. രാത്രിയുടെ ജാസി ഈ അവസാനത്തെ സമയത്താണ് ലൈവ് ഇടാന്ന് തീരുമാനിച്ചത്. നേരത്തെ തീരുമാനിച്ചതല്ല, പെട്ടെന്ന് തീരുമാനിച്ചതാ. കട്ട് ചെയ്ത് മൊത്തം വോയിസും കിട്ടിയില്ല. ഞാൻ പറയട്ടല്ല, ഈ കൂട്ടത്തിൽ ബാക്കി ആരെ വേണമെങ്കിലും കേസുമായിട്ട് നേരിടും. മുന്നോട്ട് നേരിടും. നിന്നെ ആ കുണ്ട അസ്പാക്കിനെ ഉണ്ടല്ലോടാ, നിന്നെ ആ ഡാപ്പർ അസ്പാക്ക് ഉണ്ടല്ലോ, ഈ അസ്പാക്ക് എന്ന് പറയണ ഒരു തായോളി അറിയാമോ ഗൈസ്? ഈ അസ്പാക്ക് എന്ന് പറഞ്ഞ് ആത്മാർത്ഥ സുഹൃത്ത് അസ്പാക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ? അസ്പാക്കിനെ അറിഞ്ഞുകൂടാത്തവരെ എവിടെ ഇരിക്കണ? അസ്പാക്കിനെ അറിയാമോ? ഇങ്ങനെ കൂട്ടുകാരന്റെ ലൈന് പ്രഗ്നൻസി ഇതിന് വേണ്ടിയിട്ട് പൈസ എന്താ അസ്പാക്കെ ആർക്കാ വോട്ട് ചെയ്യാ? കൂട്ടുകാരന്റെ ഇതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് തന്നില്ലെന്നാ നിനക്ക്? അത് കൂട്ടുകാരൻ്റെ നിന്റെതാടാ അസ്പാക്കെ. അസ്പാക്കെ പറയടാ അസ്പാക്കെ. കൂട്ടുകാരൻ്റെതാ നിന്റെതാ? നീ അലസിപ്പിക്കാൻ വേണ്ടി നീ പൈസ ചോദിച്ചില്ലേ, നിനക്ക് തന്നില്ലെന്നും പറഞ്ഞല്ലേ നീ തിരിഞ്ഞത്? ആരായിരുന്നത്? ഇടയ്ക്ക് എന്നിട്ട് നീ വിളിച്ചല്ലാടാ നമ്മളെ കൂട്ടത്തിലുള്ള. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ വീഡിയോ വരെ ഇട്ട് നീ പോയി കണ്ണൂര് പോയതിനു ശേഷം നീ ആരെയും വിളിച്ചല്ലാടാ പാക്കേ? നീ ആരെയും വിളിച്ചല്ല. എന്തിന് എന്നിട്ട് അവിടെ ചെന്ന് വിളിച്ചിട്ട് എന്തിന് പറഞ്ഞതെന്ന് അറിയാമോ ഗൈസ്? അവൻ കാരണം എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച, എന്റെ വീട്ടില് പോലീസ് വന്ന് എന്റെ അച്ഛൻ നാണം ഉണ്ടാടാ തയാളി നിനക്ക് കരയാൻ? നാണം ഉണ്ടാടാ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാടാ തയാളി നിനക്ക് കരയാൻ? ഉണ്ടോ നിനക്ക്? പ്രൂഫ് വേണോടാ? അതിന് പ്രൂഫ് വേണോടാ? പ്രൂഫ് വേണോ? അല്ല പ്രൂഫ് വേണോ? ഇവ കരയാൻ ചോദിച്ചതിന്റെ പ്രൂഫ് വേണോ? ഇവ കരഞ്ഞതിന്റെ പ്രൂഫ് വേണോ? ഉണ്ടടാ സ്പാക്കെ. നമ്മള് കുണ്ണാളാണെന്ന് വിചാരിച്ചടാ നീ ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്ത് പോലീസിൽ നിന്ന് ഒരു കേസ് ഇത് വന്നപ്പോഴത്തേക്ക് വിളിച്ച് കരഞ്ഞല്ല. നീ വിളിച്ച് കരഞ്ഞല്ല. എടാ പറ്റിയ രണ്ട് തെറ്റ്. ഒന്ന്, നമ്പർ 1 തെറ്റ് ഈ ജാസി എന്ന് പറയണവൻ അവിടെ എടുത്തത്. രണ്ടാമത്തെ തെറ്റ് പറ്റിയ ഈ രണ്ടാമത്തെ തെറ്റ് ഈ അസ്പാക്ക് എന്ന് പറയണവനെ പിടിച്ച് അവിടെ കയറ്റിയത്. മനസ്സിലായ? ആത്മാർത്ഥ സുഹൃത്ത്, പണ്ടുണ്ടായിരുന്ന സുഹൃത്തെന്നും പറഞ്ഞ് ഇവൻ പിടിച്ച് അവിടെ കയറ്റി. മനസ്സിലായ? കണ്ടന്റ് മാനേജർ എന്നും പറഞ്ഞിട്ടാണ് ഇവനെ ഈ പുണ്ടച്ചി മോനെ അവിടെ കയറ്റണത്. ഈ അസ്പാക്ക് എന്ന് പറയണവനെ അവിടെ വലിച്ചു കയറ്റണത്. മനസ്സിലായ? ഈ അസ്പാക്ക് എന്ന് പറയണവനെ വലിച്ച് അങ്ങനെയാണ് കയറ്റണത്.
കൂട്ടുകാരന്റെ പ്രഗ്നൻസി അലസിപ്പിക്കാൻ നീ പൈസ ചോദിച്ചു വരും. ഞാൻ കൂടുതലൊന്നും പറയല്ല, മനസ്സിലായ? ഞാനേ ഇതിന്റെ മുന്നോട്ട് നിന്നെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയല്ല. ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിൽ നോക്കാനും പഠിക്കണോടാ. ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിലേ നിന്റെ അടുത്താണ് പറയണത്. ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിൽ നോക്കാനും പഠിക്കണോടാ. അസ്പാക്കേ ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിലേ നോക്കാനും പഠിക്കണം, മനസ്സിലായ? അല്ലാതെ അതിനുള്ള പൈസ പോലും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ എന്തിന് പിടിച്ചിട്ട് തറയിലിട്ട് ഒരേടാ. പിടിച്ച് തറയിലിട്ട് ഒരാ, എന്നിട്ട് അതിന് കുറച്ച് മുളക് വല്ലതും എടുത്ത് ഇട്ടുകൊട്. തീരും നിന്റെ കടി, മനസ്സിലായ? തീരും നിന്റെ കടി, അങ്ങ് തീരും. അല്ലടാ, ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ഫുൾ സ്ക്രീൻ ഇട്ട് ഒരു മിനിറ്റ്. പ്രൂഫ് എന്താ ഇവ കരഞ്ഞതിന്റെ പ്രൂഫ്? ഇവൻ വിളിച്ച് നമ്മള് ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി എടുത്ത് വിളിച്ച് കരഞ്ഞു. അതിന്റെ പ്രൂഫ് ഉണ്ട് എന്റെ കയ്യില്. വെയിറ്റ് കരോ. ഞാൻ വെച്ച് ഫോൺ ഓഫായി പോയെന്ന്. ഞാൻ വിചാരിച്ചു ഫോൺ ഓഫായി പോയെന്ന്. ഞാൻ വെച്ച് ഫോൺ ഓഫായി പോയെന്ന്. ഓഫായില്ല. പ്രൂഫ് തരാം. വെയിറ്റ് കരോ, പ്രൂഫ് തരാം. ഒരു ഫോൺ ഓഫായിടാ. ഒരു മിനിറ്റ്. എന്നാലും എന്തേലും കാണിച്ചു തരാം. മുട്ടി നിൽക്കാനല്ലേ? അല്ലേടാ? वेट करो भैया, सबर करो. थोड़ा फोन ഒന്ന് ഓൺ ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ഓൺ ആയിക്കോട്ടെ. അല്ല ഓണായി. എടുത്താൽ മതി. എടുക്കാനുള്ള ഒരു മിനിറ്റ്. എടേ, എനിക്ക് ഡബ്ല്യു ലൈവ് ബ്രോ എനിക്ക് 1,00,000 പേര്, 50,000 പേര്, 80,000 പേരെ ഒന്നും എനിക്കിത് കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ ലൈവിൽ പറഞ്ഞ ഓഡിയൻസ് എത്രയാണെന്നുള്ളത് എനിക്കറിയാം, മനസ്സിലായോ? എൻ്റെ ലൈവിൽ പറഞ്ഞ ഓഡിയൻസ് എന്താണെന്നുള്ളത് എനിക്കറിയാം, മനസ്സിലായോ? എനിക്കറിയാടാ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റടാ. ഈ ഫോണൊന്ന് ഓൺ ആയിക്കോട്ടെ. ഒരു മിനിറ്റടാ. താണ്ട ഇതൊന്ന് ഓൺ ആയിക്കോട്ടെ. ഒരു മിനിറ്റടാ. കാണിച്ചു തരാം. എടാ മുത്തേ, ലക്ഷദ്വീപ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. അതിലോട്ട് കിടക്കാം. ലക്ഷദ്വീപിലോട്ട് കിടക്കാം നമുക്ക്. എടാ ഇവനെ നിജാത്തെ, ആ വീഡിയോ ഒന്ന് എനിക്ക് DM-ൽ ഒന്ന് അയച്ചേടാ. എനിക്ക് DM-ൽ ഒന്ന് അയച്ചേ. പെട്ടെന്നേക്ക്. നിങ്ങൾ ആരും ഈ ആന ഇത് എടേ PR വർക്ക് ഇറങ്ങി. എടാ ഇന്നലെ ഒരു PR നമ്മൾ ക്ലോസ് ആക്കിയതാണല്ലോ. പിന്നെ രണ്ടാമത് RP. മുത്തേ, ഞാൻ ഒരു കാര്യം പറയട്ടാ. RP ഇന്നില്ല. RP നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം സംസാരിക്കാം. ആദ്യം ഇതെല്ലാം കഴിഞ്ഞോട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഒരാൾ ഒരു സാധനം അയച്ചു തന്നെ. എന്തൊരു സാധനം എന്തിനെന്നറിയാമോ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഇന്നത്തെ യൂട്യൂബ് ലൈവിന്റെ ലിങ്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റില്ല. എനിക്ക് എന്റെ യൂട്യൂബ് ലൈവിന്റെ ലിങ്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? കണ്ടിന്യൂ ആയിട്ട് 5 ദിവസം 3 ദിവസം കൂടുമ്പം എന്റെ അക്കൗണ്ട് അടിച്ച് സസ്പെൻഷൻ ആക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ച് സസ്പെൻഷൻ. എന്റെ ഇൻസ്റ്റാഗ്രാം ഇന്ന് ഞാൻ ഇപ്പൊ സസ്പെൻഷൻ മാറി കിട്ടുമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം വീണ്ടും സസ്പെൻഷൻ ആണ്. ഇതിന്റെ ബാക്കിൽ ഞാൻ ഒരു 3-4 വട്ടം യാസർ എന്ന് പറഞ്ഞ ബ്രോയെ അറിയാലോ, പുള്ളിക്കാരെ എനിക്ക് ഇൻസ്റ്റാ പോവും, ഞാൻ വിളിക്കും, പുള്ളി അക്കൗണ്ട് സെറ്റ് ചെയ്ത് തരും. ഞാൻ തന്നെ മാനുവലി ആയിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി. വീണ്ടും അക്കൗണ്ട് കിട്ടി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട്
ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അക്കൗണ്ടിൽ എനിക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. എനിക്കൊരു സ്റ്റോറി പോലും എൻ്റെ ഇതിൽ എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? എൻ്റെ അക്കൗണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അല്ല, ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വാട്സപ്പ് ഗ്രൂപ്പ് എന്താണ്, ഒരു ഗ്രൂപ്പിൽ കുറെ പേര് ഒരുമിച്ച് കയറിയിട്ട് എൻ്റെ അക്കൗണ്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ കാണിച്ചു തരാടാ പ്രൂഫ്. അതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാടാ. എൻ്റെ അക്കൗണ്ട് കണ്ടിന്യൂ ആയിട്ട് അത് അടിച്ചു കളയണവന്റെ നമ്പർ ഞാൻ ഒന്ന് ഇവിടെ കാണിക്കാം മേഡം മുത്തേ. എൻ്റെ അക്കൗണ്ട് അടിച്ചു കളയണവന്റെ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാമേ. ഇത് ആരെ നമ്പറാണെന്നൊന്ന് നോക്കിക്കോട്ടാ. ഇത് ആരെ നമ്പറാണെന്നൊന്ന് നോക്കിക്കോ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. വായിച്ചോ. ഇത് പെട്ടെന്നേ കിട്ടുവോളെ. ഇതിൽ എഴുതിയിരിക്കുന്ന എന്തിനെന്ന് കണ്ടല്ല. ഇത് പെട്ടെന്നേ കിട്ടുവോളെ. ഒരുപാട് സമയം കഴിഞ്ഞാൽ ഇത് കിട്ടൂല. ഈ നമ്പർ കണ്ടല്ല. ഈ നമ്പർ കണ്ടല്ലോ. ഈ നമ്പറേ ഞാൻ ഇന്ന് ഇവിടെ കൊടുക്കാമേ. നമ്പർ വേണമെങ്കിൽ പറയാം. 9333628070. ഇത് ആരെ നമ്പറാണെന്ന് അറിഞ്ഞൂടാ. ഈ അക്കൗണ്ട് ഇപ്പം ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവരെല്ലാരും കൂടെ വന്നിരുന്നിട്ട് അക്കൗണ്ട് അടിച്ചു കളയുക. അതാണ് ഇവരെ പ്രധാന ലക്ഷ്യം. മനസ്സിലായോ? ഇവരെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ആക്റ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും അക്കൗണ്ടും അടിച്ചു കളയുക. മനസ്സിലായ? പി ആർ തുടങ്ങി. ഗോയ്സ് ഇവരെ ആരും തന്നെ നീ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇറങ്ങി പോട തായോളി. നീ ഇറങ്ങിപ്പോ. നീ ആരെ പേടിപ്പിക്കണ ആരെ? നീ ആരെ പേടിപ്പിക്കണ ആരെ? എന്നെ? നീ എന്നെയാണോ പേടിപ്പിക്കണത്? ഞാൻ നിന്റെ വീട്ടിൽ കയറി എന്തെങ്കിലും അപരാധം കാണിച്ചാ? നിന്റെ വീട്ടിൽ കയറി ഞാൻ എന്തെങ്കിലും അപരാധം കാണിച്ചെങ്കിൽ നീ എന്റെ അടുത്ത് പറ. ഇല്ലെങ്കിൽ നീ ആൾക്കാരുടെ അടുത്ത് പറ. നീ എനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ നീ പറയടാ. പറ. എനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ നീ പറ. ഞാൻ ഉണ്ടാക്കിയ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കേസ് നീ പറ. ഞാൻ എന്ത് പെണ്ണ് കേസ് ഉണ്ടാക്കിയ? ഞാൻ ഉണ്ടാക്കിയ അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എന്റെ അറിവിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ എടാ വീഡിയോ ഇട്ടാ? ഒരു മിനിറ്റ്. അസ്പാക്ക് പ്രൂഫ് തരാം. അസ്പാക്ക് പ്രൂഫ് ഇപ്പൊ തരാടാ. ഇതിന് ശേഷം പോലീസ് വീട്ടിൽ വന്നെന്നും പറഞ്ഞു ഒരുത്തൻ കരഞ്ഞു വിളിച്ച ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തരാം. ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്. റെഡിയാണല്ലോടാ? കേൾക്കാൻ റെഡിയാണല്ലോ? ഒരു മിനിറ്റ്. മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. സ്വാതി എന്താണ്? എനിക്ക് രക്ഷപ്പെട്ടു. അവന്റെ വക്കീലിനോടൊക്കെ ചോദിക്കണ്ടേ? അവനോട് വക്കീലിനോട് ചോദിക്കേണ്ടത്. കേട്ടല്ലോ പറഞ്ഞ കേട്ടല്ലോ
എടാ ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ എന്റെ ഫോണിലാണ് ഉള്ളത്. ഞാൻ എന്റെ കമ്പ്യൂട്ടറിലോട്ട് കയറ്റിയിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മനസ്സിലായല്ലോ? എന്റെ ഉപ്പാക്ക് വയ്യാതായിട്ടാ ഉള്ളത്. അവ എന്തിനാ എന്റെ പേരിൽ കേസ് കൊടുത്തേന്ന് മനസ്സിലായ? അല്ലടാ, ഒരുത്തന് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക. ഒരു തൊഴിലും ഇല്ലാതെ ഉള്ള തൊഴിൽ കളഞ്ഞിട്ട് അവിടെ അത്രയും കഷ്ടപ്പെട്ട് നിന്ന സാഹചര്യത്തിൽ പിടിച്ച് വീട്ടിലും കൊണ്ടുവന്ന് വീട്ടിലൊരു മുറിയും കൊടുത്ത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് കേൾപ്പിച്ചു കൊടുക്ക്. ക്ലിയർ അല്ല, ഒട്ടും ക്ലിയർ അല്ല. കട്ടായി കേൾക്കണം. ഞാൻ കേൾപ്പിച്ചു കൊടുക്ക്. കമ്പ്യൂട്ടറിലിട്ട് കേൾപ്പിച്ചു തരാം. ഒരു മിനിറ്റ്. ക്ലിയർ നോ ക്ലിയർ. ഒരു മിനിറ്റ്. കമ്പ്യൂട്ടറിൽ ഞാൻ നേരത്തെ അയച്ചതാണ്. ഇതിൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റ മിനിറ്റടാ, കേൾപ്പിച്ചു തരാടാ. കേൾപ്പിച്ച് തന്നിട്ടേ പോള്. വെയിറ്റ് ആക്ക്. വന്നിട്ടുണ്ട്. വെയിറ്റ് ആക്ക്. ഒരു മിനിറ്റ്. കേട്ടോളേ. എന്തുപറ്റി? മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. സ്റ്റോക്ക് എന്താണ്? എന്തിനാണ് എന്റെ പേരിൽ കേസ് കൊടുക്കണേന്ന് കേട്ടല്ലോ. പോലീസ് വീട്ടിൽ ചെന്നപ്പോ എന്താടാ, നമുക്കാർക്കും വീട്ടിൽ ആരും ഇല്ലടാ. അല്ലടാ മോനെ, നമുക്കാർക്കും വീട്ടിൽ ആരും ഇല്ലേ? നമുക്കാർക്കും വീട്ടിൽ ആരും ഇല്ലേടാ. നീ ഇത്രയും പറഞ്ഞിട്ടേ ഇതിലെ ഏറ്റവും കോമഡി എന്തിനെന്നറിയാമോ? ഇത്രയും ചെയ്തിട്ട് ഇവ ഇങ്ങനെ വിളിച്ച് കരഞ്ഞിട്ടേ തൊട്ട് അടുത്ത ദിവസം ഇവ ചെയ്യണത് വേറെ പണി. ഇവ കൂട്ടുകാരുടെ ഇവന് കറക്കാം. ഇവന് അടുത്ത പുതിയ വീഡിയോ ഇവന് അപ്ലോഡ് ചെയ്യേക്കാം. മനസ്സിലായ? ഇവ തൊട്ട് അടുത്ത ദിവസം ചെയ്യണത് വേറെ പണി. മനസ്സിലായ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തിന് ഏയാടാ അസ്പാക്കെ ഏയാടാ? ഡിഫർമേഷൻ കേസ് കൊടുത്തപ്പോ എന്ത് നീ പേടിച്ചാ? എടാ, ഒരു ജോലിയും ഇല്ലാതെ ഇവനെ വിളിച്ചിട്ട് എന്തെങ്കിലും, എടാ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു ജോലി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് പഴയ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ പിടിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് എന്താ PR ഒക്കെ ഊമ്പിയാടാ? PR പോയാ? ഇത്ര നേരം കുറച്ച് PR ഉണ്ടായിരുന്നല്ലേ ഇവിടെ? PR പോയാ? PR ഊമ്പാൻ പോയാ? അവ ഇത്രയും ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് അവൻ കൊണ്ട് അവിടെ നിർത്തി. അവ ചോദിക്കുന്ന പൈസയും കൊടുത്ത് ആഴ്ചയിൽ 5000 6000 ഇവന് പല്ല് ശരിയാക്കണമെന്നും പറഞ്ഞ് ഇവ എന്റെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ കാണിച്ചു തരാം. കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ ദിവസം വാങ്ങിക്കുന്ന പൈസയുടെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവന് പൈസ കിട്ടിയില്ലെന്ന്. ഇവർക്ക് ആർക്കും പൈസ കൊടുക്കല്ല. ഇവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. 1-2 വർഷമായിട്ട് അവിടെ നിൽക്കണവന്മാരാണ് ഇവന്മാര്. ഒരു മാസത്തിൽ വീട്ടിലും പോകും. മനസ്സിലായോ? എന്നിട്ട് പറയണത് ഇവന്മാർക്ക് ആർക്കും പൈസ കൊടുക്കൂല. ഇവന്മാർക്ക് ചെലവിന് അവിടെ പൈസ ഇല്ല. ഇവന്മാർക്ക് ഇത്രയും നാളായിട്ട് സാലറി കൊടുത്തിട്ടില്ല. പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്, പറി ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കണത്? എത്ര രൂപ വാങ്ങിക്കണത്? എടാ, കുറച്ചെങ്കിലും ഞാൻ നിന്റെ അടുത്തൊക്കെ പറയാനുള്ള എന്തിനാണെന്നറിയാമോ? കുറച്ചെങ്കിലും ഉളുപ്പ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാടാ. ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം നമ്മൾ കേട്ട്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാടാ. ലക്ഷദ്വീപ് ഞാൻ പറഞ്ഞുതരാ. എന്ത് ഇനി അത് പറഞ്ഞിട്ട് മതി. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ എടുത്തോട്ട്. ഒരു മിനിറ്റ്. ഒപ്പം പോയത് ഡ്രഗ്സ്.
അതെന്താണ് വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണത്, അടിച്ചതിന് ശേഷമല്ല, വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിന്റെ എല്ലാം വീട്ടിൽ കയറി നിന്റെ എല്ലാം ഞാൻ നമുക്ക് ഇതുണ്ട്, നിന്റെ എല്ലാം വീട്ടിൽ കയറി നിന്റെ എല്ലാം പെങ്ങൾ ഇതാക്കിയാലും നീ എല്ലാം ഇത് തന്നെ പറയണം കേട്ടാ. ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, അതുകൊണ്ട് ഓൻ എന്റെ വീട്ടിൽ കയറി മുമ്പല്ലേ എന്റെ പെങ്ങളെ പിടിച്ച് പണിയത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ ഓൻ തന്നെ. ഞാനും ഇവരും അവരും തൊഴായിരിക്കുന്ന കുഞ്ഞയും കൂടെ പോയാണ് ഞാനുണ്ട് കേട്ടോ. ഞാൻ പുണ്യാളെന്നല്ല, ഞാൻ പുണ്യാളെന്നല്ല, എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിടാം, ഞാൻ പുള്ളിയാണല്ലോ എന്നല്ല. ഓൾട്ടോ എടാ ഇതിൽ ഓൻ തന്നെ പറയുന്നുണ്ട് പണ്ട് കളമശ്ശേരി വീട്ടിൽ നിന്ന്. അപ്പൊ ഇത് ഈ അടുത്ത് പറയുന്നല്ല, ഓൾഡ് തന്നെയാണ്. ഓൾഡ് എന്ന് പറഞ്ഞിട്ട് പോക്സോ അല്ലാണ്ടാവോ? ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി എന്താന്ന് ഞാൻ പറയാം. ഒരുപാട് പക്ഷെ ആ സമയത്ത് മുടി വെട്ടിയിട്ടുള്ള ഇതാ ഓൾഡ് എന്ന് പറഞ്ഞ കുണ്ണകളോട് എനിക്ക് പറയാനുള്ളത്. ഓൾഡ് എന്ന് പറഞ്ഞ കുണ്ണകളോട് എനിക്ക് പറയാനുള്ളത്. ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആരല്ലോ, ഓൾഡ് എന്നല്ല പറയുന്നത്. ഇത് റാംബോന്റെ തന്നെ വോയിസ് ആണ്, മനസ്സിലായോ? വീഡിയോ പ്രൂഫ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് സിനിമ എടുത്തിട്ട് ഞാൻ തരാടാ ആടെ നടക്കുന്നത്. ഒരുപാട് പക്ഷെ ആ സമയത്ത് മുടി വെട്ടിയിട്ടുള്ള സെറ്റാക്കിയിട്ട് ഇതിന്റെ കഥ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഈ ദേഷ്യത്തിൽ ഇവന്റെ മൈൻഡിനെ അറിയിക്കും. ഈ ദേഷ്യത്തിൽ ഇവന്റെ അടുത്ത് സുബീവ തിരിച്ചു പിടിച്ചു. തൊപ്പിനെ കുറിച്ചാ പറയുന്നത്. തൊപ്പിനെ കുറിച്ചല്ലടാ നായിന്റെ മോനെ പറയണത്, നിന്നെ കുറിച്ചാ പറയണത്. ഇത് എവിടെ തൊപ്പിയെ കുറിച്ച് പറയണത്? എവിടെ ഇത്? എവിടെ തൊപ്പിയെ കുറിച്ച് പറയണത്? എവിടെ ഇതിൽ ഞാൻ എവിടെയാണ് തൊപ്പിയെ കുറിച്ച് പറഞ്ഞത്? നിന്നെ കുറിച്ചാണ് പറയണത്. നിനക്ക് തെളിവ് വേണോ? നിനക്ക് ഈ പറഞ്ഞ വ്യക്തികളെ ഞാൻ വിളിച്ചോണ്ട് വരണോ? ഈ പറഞ്ഞ ഇതിന് പേര് പറഞ്ഞ വ്യക്തികളെ വിളിച്ചോണ്ട് വരണോ? ആർക്ക് വേണ്ടിയിട്ടാ നമ്മൾ പോയി കറങ്ങാൻ ഇറങ്ങിയത്? ആർക്ക് വേണ്ടിയിട്ടാ? എടാ ഇതില് മോശമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടല്ലോ. ഇതില് ഇപ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറയാം, ഇതില് നിങ്ങൾ പറഞ്ഞ പോസ്കോ എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ഒറ്റ ഡയലോഗ് ഉണ്ടല്ലോ ഇതില്. പോസ്കോ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗ്, അത് അസ്പാക്കിന്റെ വോയിസാ. അത് എന്റെ വോയിസ് അല്ല, അത് അസ്പാക്കിന്റെ വോയിസാ. അസ്പാക്ക് അതിന്റെ കട്ട് ചെയ്ത് തെരുവിയ സൗണ്ടാ, മനസ്സിലായ? അസ്പാക്ക് ഈ പോസ്കോ എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം, വെയിറ്റ് ആക്ക്. ഇതുണ്ട് നിന്റെ, അതുകൊണ്ട് അപ്പൊ ഇത് മണ്ണകളെ ഞാനുണ്ട് കേട്ടോ. ഞാൻ പുണ്യാളെന്നല്ല, ഞാൻ പുണ്യാളെന്നല്ല, എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് പറയുന്നല്ല. ഓൾഡ് തന്നെയാണ്. ഓൾഡ് എന്ന് പറഞ്ഞിട്ട് പോക്സോ അല്ലാണ്ടാവോ? എവിടെ എടാ ഇത് എവിടെയാണ് പോക്സോ? എവിടെയാണ് എടാ ഈ പറയണ? ഇതിന്റെ യഥാർത്ഥ പേരിൽ ഉമ്മാർക്കെതിരെ നമ്മൾ കേസ് ഡീഫോർമേഷൻ ഓൾറെഡി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഡീഫോർമേഷന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായ? ഒരു പോസ്കോ കേസ് ഒരാളുടെ പേരിൽ ചുമത്തുമ്പോഴത്തേക്ക് അത് എത്രമാത്രം അണ്ണാക്കിൽ തിരിച്ചു ഊമ്പി കിട്ടുമോ എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായല്ലോ. ഒരാളെ പേരിൽ ഒരു ഫേക്ക് അലിഗേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് എത്രമാത്രം തിരിച്ച് പറയാം. കഞ്ചാവ് അടിക്കുമോ എന്ന് പറയാം, കള്ള് കുടിക്കുമോ എന്ന് പറയാം, വെള്ളം അടിക്കുമോ എന്ന് പറയാം, ഇനി വേറെ കല്ലടിക്കുമോ എന്ന് പറയാം. കല്ലിലോട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഏത് കല്ലിലോട്ടൊക്കെ ഇനി മുന്നോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏത് PR? അതാണ് മുത്തേ ഞാൻ പറഞ്ഞത്. PR നല്ല രീതിയിൽ ഇറങ്ങിക്കൊണ്ട് ഇത് ഫേക്കാണ് ചൂറോ. എടാ ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ഞാൻ ചെയ്ത വീഡിയോ അല്ല, ഇത് ഈ പറയണ വ്യക്തി സ്വന്തമായിട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷെ ഊമ്പിപ്പോയി, മനസ്സിലായ? പക്ഷെ ഊമ്പിപ്പോയി. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടാ, എനിക്ക് ആരും വൈറ്റ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആരും വെളുപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്നെ വെളുപ്പിക്കേണ്ട എന്തിനു കാര്യമാണുള്ളത്? ഞാൻ ഇതിൽ ഈ പറയണ ഇത്ര അലിഗേഷനിൽ ഏത് അലിഗേഷനിലാണ് റാംബോയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ ഒരു അലിഗേഷൻ പറഞ്ഞ? ഈ പറയണ ഈ 2 കേസുകളിൽ എനിക്ക് പങ്കുണ്ടെന്ന് പറയുന്ന ഒരു അലിഗേഷൻ പറഞ്ഞാണ്. ഒരു അലിഗേഷൻ പറഞ്ഞ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ ഒരു അലിഗേഷൻ എനിക്ക് പറഞ്ഞ ഇതിലെതിരെ ഞാനാണ് ഇത് ചെയ്തത്, ഇല്ലെങ്കിൽ ഞാനാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒറ്റ അലിഗേഷൻ എനിക്ക് പറഞ്ഞ ഞാനാണ് ഇത് ചെയ്തതെന്നുള്ളതിന്റെ ഒരു അലിഗേഷൻ പറഞ്ഞ, മനസ്സിലായ? ഞാനാണ് ഇത് ചെയ്തതെന്നുള്ളതിന് ഒരു ചെറിയ സാധനം എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇത് പറയണമെന്നുള്ള കാര്യമുള്ളൂ. ഇത് ആരെക്കുറിച്ച് പറയണത്? കടിമൂത്ത് കുവൈറ്റിൽ നിന്ന് വന്ന ഷമീറിന് വേണ്ടിയിട്ട് പറയണത്, മനസ്സിലായ? ഇത് കടിമൂത്ത് കുവൈറ്റിൽ നിന്ന് വന്നില്ലേ,
അവന്റെ കടി സ്റ്റോറിയാണ് ഈ പറയണത്. ഇനി അവന്റെ കടി സ്റ്റോറി എവിടെയൊക്കെ പോയി റൂം എടുത്തിട്ടുണ്ടെന്നും അവന്റെ കടി സ്റ്റോറിയിൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഞാൻ നിനക്കൊക്കെ വേണമെങ്കിൽ ആ പോയ ഹോട്ടലുകളിൽ വിളിച്ച് ഞാൻ നിനക്കൊക്കെ വാങ്ങിച്ചു തരാം. മനസ്സിലായ? ആ പോയ ഹോട്ടലുകളിൽ വിളിച്ച് ഞാൻ നിനക്കൊക്കെ വാങ്ങിച്ചു തരാം. ഞാൻ വാങ്ങിച്ചു തരാടാ, ഞാൻ വാങ്ങിച്ചു തരാം. ഈ പോയ ഹോട്ടലുകളിൽ വിളിച്ച് ഞാൻ നിനക്കൊക്കെ വാങ്ങിച്ചു തരാം. ഇത് ആർക്കെതിരെ പറയണേടാ? ഈ സംഭവം എപ്പോ ഉണ്ടായെന്നറിയാമോ? ഈ സംഭവം എപ്പോ ഉണ്ടായെന്നറിയാമോ? കുവൈറ്റിൽ നിന്ന് കുറ്റിയും പറിച്ചുമ്പോ നാട്ടിലോട്ട് എല്ലാം കളഞ്ഞ് വന്നോർമ്മയുണ്ടല്ലോ. എന്തിന്? സ്വന്തമായിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ടാ. എടാ, ആ ഗ്രൂപ്പ് കുവൈറ്റ് ഷമീർ എന്നും പറയുന്ന ഗ്രൂപ്പ്, അതിലോട്ട് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റണമെന്നും പറഞ്ഞ് നീ നാട്ടിലോട്ട് പറഞ്ഞതിന്റെ അന്ന് അയച്ച എല്ലാ ചാറ്റും, എല്ലാ റൂമിയ ചാറ്റും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായ? ഈ എല്ലാ ചാറ്റും എന്റെ കയ്യിലുണ്ട്. നിനക്ക് വേണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഞാൻ ഇത് മുന്നോട്ടുള്ള ഞാൻ ഇനി ഇതാക്കടാ. ഉമ്മാര് കുറെ ഈ കണ്ടന്റ് ഓട്ടിച്ചില്ലേടാ. ഞാനും ഇനി മുന്നോട്ട് പോടാ, ഞാനും ഇനി കുറച്ച് മുന്നോട്ട് പോടാ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പോയതെന്നും ഈ പറയുന്ന വ്യക്തിയുടെയൊക്കെ ഫ്ലാറ്റിൽ രാത്രി ആരാണ് പോയതെന്നും വേണോ? വേണോ? പറ. ഇല്ല, ഞാൻ ചുമ്മാ ചോദിക്കണേണ്. പറ. എന്താടാ ഇപ്പൊ ഒന്നും പറയായില്ലടാ? ഇപ്പൊ ഒന്നും പറയായില്ലേ? ഇപ്പൊ ഒന്നും പറയായില്ലേ? എടാ, ഇനി ഇവരെയൊക്കെ പേരിട്ടെന്നും പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇനി ഈ പറയണ ഏതെങ്കിലും വ്യക്തികളുടെ പേരിട്ടേന്നും പറഞ്ഞ് നിങ്ങൾ കൊണ്ട് കേസ് കൊടു. എനിക്കെതിരെ കൊണ്ട് നിങ്ങൾ കൊണ്ട് കേസ് കൊടു. ഈ പറയുന്ന വ്യക്തികളുടെ പേര് ഇട്ടെന്നും പറഞ്ഞ് ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് കേസ് കൊടു. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ആരും നല്ലവനോ അത്ര പുണ്യാളന്മാരോ അത്ര മറ്റേ ഇതായിട്ട് നിൽക്കുന്നവരോ ഒന്നും അല്ല. പക്ഷേങ്കിലേ ഇവിടെ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേടാ. നീ തിന്ന ഇലയില്ലേ, നീ തിന്ന ഇല നീ സ്വന്തമായിട്ട് എടുക്കണ്ടേ മോനെ? നീ തിന്ന ഇല നീ സ്വന്തമായിട്ട് എടുക്കണ്ടേ? ഒരാൾ തിന്ന ഇലയെങ്കിലും സ്വന്തമായിട്ട് എടുക്കണ്ടേ? എന്തിനടാ ആ എച്ചില് തിന്നിട്ട് കണ്ടവന്റെ തലയിൽ വെച്ചു കൊടുക്കണം? ആ കണ്ടവന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞത് എന്തിനാണ് മോനെ നീ? ഇന്ന് ഇവിടെ വന്ന് ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിലേ അതെല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഒന്ന് സംസാരിക്കണത്. നീ ഇനി ഏത് രീതിയിലാണെങ്കിലും അത് കൊണ്ടുപോവാ. ഈ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നല്ലോ. ആൾക്കാരെ എല്ലാരെയും വിളിച്ച് എടുക്കേണ്ട സാധനങ്ങൾ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. രാത്രി 12 മണിക്ക് എന്നിട്ട് അവൻ പെണ്ണ് കെട്ടാൻ പോണ് പോലും. പുതിയതായിട്ട് ഇനി പെണ്ണ് കെട്ടാൻ പോണ്. അതിന്റെ വേറെ കഥ. എന്നിട്ട് അതിൻ്റെ അത് വേറെ കഥ. സൂപ്പർ ചാറ്റ് ഓണാക്ക്. അതാ എടാ മുത്തേ, സൂപ്പർ ചാറ്റിൽ നിന്ന് കിട്ടണ പൈസ എനിക്ക് വേണ്ട. ഞാൻ എന്റെ മോണിറ്റൈസേഷൻ പോലും ഓഫ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കൊട്ടയം ചട്ടി എന്നും പറഞ്ഞ് നിങ്ങൾ ഇടല്ലേ? ഞാൻ പറയട്ടല്ലേ, ഇവിടെ വന്നിട്ട് നിങ്ങൾ അത് ഇടണ്ട. മനസ്സിലായല്ല? നമുക്ക് എന്തെങ്കിലും അവരുടെ അടുത്ത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, കാര്യമില്ല, ഒന്നുമില്ല. അടുത്ത വാട്ട്സ് നെക്സ്റ്റ്? വാട്ട് നെക്സ്റ്റ്? പറ, വാട്ട്സ് നെക്സ്റ്റ്? എടാ നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ നിങ്ങളടുത്ത് കീപ്പ് എക്സ്പോസ്ഡ് ആകുമ്പോ മുത്തേ, ഇത് എക്സ്പോസും കാര്യങ്ങളൊന്നും അല്ല. ഇതിന്റെ ഒരു കാര്യങ്ങളും പറയില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇതിന്റെ ഒരു കാര്യവും പറയണ്ട. മുന്നോട്ട് ഇതൊന്നും പറയണ്ട. എടാ പറഞ്ഞില്ലെങ്കിലേടാ ഇതിന്റെ ഒരു കാര്യവും മുന്നോട്ട് പറയില്ലെന്ന് വക്കീല് പ്രത്യേകം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ഈ കാര്യങ്ങളൊന്നും ഇനി ഇതിലൊരു ലൂപ്പ് കൊടുക്കല്, ഇത് കേസായിട്ട് മുന്നോട്ട് പോട്ടെ, ഇത് കോടതിയിൽ എത്തട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എടാ എനിക്കും കൊണ്ടുവരാ വീട്ടുകാര്, എനിക്കും കൊണ്ടുവരാ എന്റെ വീടിന്റെ ഫ്രണ്ടില് നാട്ടുകാർ, എനിക്കും കൊണ്ടുവരാ എന്റെ വീടിന്റെ അപ്പുറത്തും അയൽവാസികളൊക്കെ ഉണ്ടാ, എന്റെ വീടിന്റെ അപ്പുറത്തും എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടാ. ഇതൊക്കെ വാർത്തയിൽ വന്ന സമയമുണ്ടല്ലോ, ഇതെല്ലാം കെട്ടിപ്പടർത്തി ഇവന്മാർ ഇതെല്ലാം പുറത്തുവിട്ട ഒരു സമയമുണ്ടല്ലോ. ഇതെല്ലാം പൊട്ടിപ്പുടർത്തി ഇവന്മാര് പുറത്തോട്ട് വിട്ട ഒരു സമയമുണ്ടല്ലോ. എന്റെ വീട്ടുകാർ ഇരുന്നിട്ടുണ്ടോ വിഷമിച്ച്? എന്റെ വീട്ടുകാർ പുറത്തിറങ്ങാൻ വേണ്ടി പാടുപെട്ട് കഷ്ടപ്പെട്ട് എന്റെ വീട്ടുകാർ ഇരുന്നിട്ടുണ്ടോ? മനസ്സിലായ? നിങ്ങൾക്ക് പറയണ മനസ്സിലായ? എന്റെ വീട്ടുകാർ ഇരുന്നിട്ടുണ്ടോ? ഇത് കണക്ക് ഇരുന്നിട്ടുണ്ടോ? അന്ന് എങ്ങനെയാടാ? അന്ന് ഇതൊക്കെ നീയൊക്കെ പറഞ്ഞപ്പോ നിനക്കൊക്കെ നല്ല സന്തോഷം ഉണ്ടായിരുന്ന, നല്ല സുഖം ഉണ്ടായിരുന്ന, സുഖമൊക്കെ ഉണ്ടായിരുന്ന? പിന്നെ അതിനുശേഷം കൂടുതൽ എന്തു പറയാൻ വേണ്ടിയിട്ട്, അന്ന് അത്രയും സുഖം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നെ ഇന്ന് കുണയ്ക്കാൻ വരില്ല കേട്ടാ. അന്ന് നമ്മൾ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
എന്റെ ലൈഫിൽ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ആ കുറേന്റെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിന്റെ അപ്പുറം ഞാൻ അനുഭവിച്ചു. മനസ്സിലായ? അപ്പൊ അതിന്റെ ചെറുതൊക്കെ അനുഭവിക്കണം. ചെറുത്, അതിന്റെ ഒരു ചെറുത്. നീയൊക്കെ എനിക്കെതിരെ എന്ത് പറയു കൊടുത്താലും എനിക്കെതിരെ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കും. നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. ഇത് സ്ക്രിപ്റ്റ് ആയിട്ടോ സിനിമ ആയിട്ടോ ഒരു പറയായിട്ടോ നീ ഒന്നും കാണണ്ട. ഇത് എന്റെ ഉള്ളിൽ കിടന്ന കാര്യം എനിക്ക് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. മനസ്സിലായ? അതിന്റെ അപ്പുറത്തോട്ട് നീയൊക്കെ ഇതിനെക്കുറിച്ച് എന്തെന്ന് കണ്ടാലും എനിക്കൊന്നുമില്ലടാ. ഇത് ആരെ ഇഷ്യൂ ആ നിങ്ങൾ അടുത്തതിന്റെ അടുത്ത് ചോദിക്കണത്? ആരെ ഇഷ്യൂ അടുത്ത നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണത്? ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഈ അവസാനത്തെ ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഇത് FIR ഇട്ട് കേസ് എടുത്ത ഒരു ഇഷ്യൂ ആ. ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIR ഇട്ട് കേസ് എടുത്ത ഒരു ഇഷ്യൂ ആ. അതിന്റെ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകണുണ്ട്. കേസുമായിട്ട് ഇവിടെ നിന്നും പോകണുണ്ട്. പിന്നെ അതിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാ. പിന്നെ എടാ മോനെ അവിടെ നിന്ന് വാങ്ങിച്ചു വല്ല നക്കിയിട്ടുണ്ടെങ്കിലേ നീ ഇവിടെ ഒന്ന് എന്റെ അടുത്ത് പറയല്ലേ. പിന്നെ ഇപ്പം പറയണ ഇഷ്യൂ ഒരു വ്യക്തിയുടെ പേരിൽ എന്റെ അടുത്ത് ഇഷ്യൂ പറയണുണ്ട്. ബ്രോ, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരിക്കുക. അതിനെ കുറിച്ച് കേസ് നടക്കണുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളാരും 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടൊന്നും നമ്മൾ ഒന്നിനും കൂട്ടുനിന്നിട്ടില്ല. മനസ്സിലായ? ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഒന്നിനും കൂട്ടുനിന്നിട്ടില്ല. എനിക്ക് അത്രേ നിങ്ങളടുത്ത് പറയാവുള്ളൂ. നമ്മളാരും 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒന്നിനും കൂട്ടുനിന്നിട്ടുമില്ല. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ആരും ഫ്രണ്ടിൽ പോയി നിന്നിട്ടുമില്ല. മനസ്സിലായ? അങ്ങനെ കോംപ്രമൈസ് ആക്കാൻ പൈസ കൊടുത്ത് കോംപ്രമൈസ് ആക്കാനായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ വരൂലായിരുന്നടാ മുത്തേ. മനസ്സിലായ? പൈസ കൊടുത്ത് കോംപ്രമൈസ് ആക്കാനായിരുന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ വരൂല. ഇതിനു മുമ്പ് നമ്മൾ പൈസ കൊടുത്ത് ഇതെല്ലാം കോംപ്രമൈസ് ആക്കിയാന്. പൈസ കൊടുത്ത് കോംപ്രമൈസ് ആക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് വീഡിയോയിൽ വരൂലായിരുന്നു. മനസ്സിലായ? മനസ്സിലായ? എന്നിട്ട് PR ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്ന കുണ്ണകളില്ലേടാ, PR ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്ന കുണ്ണാള് അവന്മാർ ആദ്യം നോക്കേണ്ട എന്തിനെന്നറിയാമോ? ഇന്നലെ ഞാൻ കണ്ടു ഒരു വൈറ്റ് വാഷ് വീഡിയോ. ഇന്നലെ കണ്ട് ഒരു വൈറ്റ് വാഷ് എടുത്തിട്ട് അടിക്കണ്. 1.5 മാസത്തിന് മുമ്പ് ചോദിച്ച്, പക്ഷെ അത് വൈറ്റ് വാഷ് അടിക്കണം. വൈറ്റ് വാഷ് വീഡിയോ ഞാൻ ഇന്നലെ കണ്ട്. അതിനെക്കുറിച്ച് വൈറ്റ് വാഷ് വീഡിയോ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയല്ല. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് ഒറ്റ കാര്യം പറയാം. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് വായിന്ന് 2 അക്ഷരമല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് പുറത്തുപോയി പറയാതെ ഒന്നും ഇരുന്നിട്ടില്ല. കോംപ്രമൈസ് ആക്കാൻ വേണ്ടി നിന്നിട്ടില്ല. നമ്മള് കേസാണെങ്കിൽ കേസായിട്ട് നേരിട്ട് കേസ് തെളിയിച്ച് നമ്മൾ ജയിച്ചോളാം. മനസ്സിലായ? കേസിന്റെ രീതിക്ക് പൊയ്ക്കോട്ടെ. നിയമത്തിൽ വിശ്വാസമുണ്ട്, നിയമത്തിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. അല്ല നമ്മൾ ഒരിക്കലും ഒരു സിനിമയുടെ പേരിലൊന്നും ഇല്ലട മുത്തേ പാട്ട് പാടാനൊന്നും കഴിവില്ലേ. പാട്ട് പാടാനൊന്നും എനിക്ക് കഴിവൊന്നുമില്ല. എനിക്ക് പാട്ട് പാടാനൊന്നും ഒട്ടും കഴിവില്ല. എനിക്ക് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ സംസാരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ വന്നിരുന്ന് സംസാരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഇത് സംസാരിക്കേണ്ടി വന്ന കാര്യം എന്തിനെന്നറിയാമോ? ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ് ഈ പറയുന്ന ഒരു വ്യക്തി ഈ വീഡിയോ ഒക്കെ അവന്റെ ലൈവിലൂടെ പുറത്ത് വിടുന്നതിന് മുമ്പ് ചില ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും. അത് ഈ ആൾക്കാരെയൊക്കെ അറിയിച്ചിരുന്നു ചില ആൾക്കാർ. എന്നിട്ട് അന്നൊന്നും ഇവർക്ക് ഇത് റിയാക്ട് ചെയ്യേണ്ട, ഒന്നും സംസാരിക്കേണ്ട, ഇതിനെക്കുറിച്ച് മിണ്ടണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം എന്താ? വരട്ടെ, അവന്റെ പേരിലൊരു കേസ് വരട്ടെ. അവന്റെ പേരിലൊരു കേസ് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അവ ഊമ്പട്ടെ, അവന്റെ ഫോളോവേഴ്സ് പോട്ടെ, അവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാം, അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു കളയാം, അവനെ മൊത്തത്തിൽ പൂട്ടിക്കാം, അവര് 1 രൂപ പോലും റവന്യൂ വരാത്ത രീതിയിലാക്കാം. എല്ലാം ആക്കിയിട്ട് നമുക്ക് ഇടപെടാം. മനസ്സിലായ? അവന്റെ ജീവിതം നമുക്ക് അടിച്ച് തോലച്ച് ഒതുക്കാം. അതുവരെ നമ്മൾ അനങ്ങാതെ നിൽക്കാം. അതുവരെ നമുക്ക് എൻജോയ് ചെയ്യാം, ട്രിപ്പ് പോവാം, എൻജോയ് ചെയ്യാം, ഓക്കെ, പാട്ട് പാടാം, എല്ലാം ചെയ്യാം. അതുവരെ നമുക്കെല്ലാം ചെയ്യാം. ബട്ട് വൺസ് ദ വീഡിയോ ഈസ് കമ്മിങ്, മനസ്സിലായ? ഒരിക്കൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ at that time we will react. Okay bro, at that time we will react. Okay, തൽക്കാലം ഒന്നും just avoid തൽക്കാലം just avoid all the things and fucked up. Okay bro, okay
ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് ഒരാൾ ഒരു തെളിവ് വിടുന്നു, ഒരു കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് ഒരാൾ ഒരു തെളിവ് വിടുന്നു, ഉടനെ കേസ് കൊടുക്കുന്നു. ഓക്കെ, നല്ല കാര്യം, നിങ്ങൾ ചെയ്തതെല്ലാം നല്ല കാര്യം, നല്ല കാര്യം. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട്, അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മൾ മറ്റാർക്കും ശല്യം ഉണ്ടാക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ എങ്കിലേ ബ്രോ ഒരു ഡൗട്ടാണ്, ഒരു ചെറിയ ഡൗട്ടാണ് ബ്രോ. ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടാവുമ്പോഴേ ബ്രോ, ഇത്രയും വലിയ എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര കാര്യം വരുന്നേ ബ്രോ. ഒരു സമയം വരെ എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര കാര്യം വരുന്നേ ബ്രോ. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയ അലിഗേഷൻ ഉണ്ടാവുമ്പോഴേ ബ്രോ, ഇങ്ങനെ ഒരു ചെറിയ അലിഗേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു പബ്ലിക്കിനെ ഒന്നും വിരോധം ഉണ്ടാക്കാത്ത ഒരാളും ഒരു അത്രയും എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കളിയാക്കണമെന്നല്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരിക്കലും കളിയാക്കണമെന്നല്ല. എനിക്കറിയാവുന്നുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തിന്റെ അർജിത് സിംഗ് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ആ പാട്ടും അങ്ങനെ അത്ര നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിവുള്ള ഒരു ആളുമാണ് അദ്ദേഹം. പക്ഷെ എനിക്ക് ഒറ്റ ഒരു കാര്യമുള്ള, ഇതൊക്കെ എന്തിനു കൂട്ടുന്ന ബ്രോ? നോ മോർ വേർഡ്സ്, നോ മോർ വേർഡ്സ്. എനിക്ക് പറയാനുള്ള ഞാൻ പറയും. അത് കൂടുതലും ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല. അത് ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇത് പറയട്ടെ. ഞാൻ ഈ കേട്ടതിന്റെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണത് ബ്രോ. ആൻഡ് ദ ഫൈനൽ തിങ്, എനിക്ക് നിങ്ങളെ ഒരേ ഒരു കാര്യം കൂടെ കേൾപ്പിക്കാവുള്ള, എനിക്ക് ഒറ്റ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാവുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു വോയിസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ച് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഹാപ്പി ബർത്ത്ഡേ ദിഗോടെ മുത്തേ, ഹാപ്പി ബർത്ത്ഡേ ആടാ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് അറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ, ലവ് യു ബ്രോ. അപ്പം ഒരു ഓഡിയോ ഉണ്ട്, അതും കൂടെ കേട്ടിട്ട് അതും കൂടെ കേൾപ്പിച്ചിട്ട് വേറെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഞാൻ അതും കൂടെ കേൾപ്പിക്കാം നിങ്ങളാ. ഓക്കെ, ഒരു മിനിറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോക്കിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. കേറ്റാക്ക്. ഹലോ. ഇതിലൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് വായിക്കാൻ നോക്കണേ മുത്തേ, ദയവ് ചെയ്ത് ഇത് വായിക്കാൻ നോക്കണേ. ഈ ഫോണിൽ ഇത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ്. ഈ ഫോണിൻ്റെ അകത്ത് സൗണ്ട് ഭയങ്കര കുറവാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വോയിസ് ഇല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ട് എന്റെ VC-യിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഈ വോയിസ് കൊണ്ട് ഞാൻ ഇടാം. ഇപ്പൊ ഈ പ്ലേ ചെയ്യണ വോയിസ് വേണമെങ്കിൽ അവിടെ കൊണ്ടിടാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ഓക്കെ, ഞാൻ അവിടെ കൊണ്ടിടാം. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ. ഞാൻ പറഞ്ഞില്ല എന്റെ. നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. നിങ്ങൾ ഇത് വായിക്കാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയണത് വേറെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ്. ഈ കൂട്ടത്തിലുള്ള വ്യക്തികളൊന്നും അല്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയണത് പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് കേൾപ്പിച്ച് നോക്കുക. ഇതിൽ ഒറിജിനൽ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്കോഡിൽ ഞാൻ എന്റെ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വോയിസ് എവിടെ വേണമെങ്കിലും ഞാൻ പുറത്തിടാം. ഓക്കെ, ഈ വോയിസ് എവിടെ വേണമെങ്കിലും ഞാൻ പുറത്തിടാം. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഈ വോയിസ് എടുത്തോ. ഓക്കെ, ഈ വോയിസ് മാത്രമേ നിങ്ങളൊന്ന് കേട്ടെ. ഈ വോയിസ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു അലിഗേഷൻ വരണമെങ്കിലും, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരണതിന് 1 മാസം മുമ്പ് ഈ ഫോണിൽ നിന്ന് ഇവര് ഈ പ്രശ്നം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ വീഡിയോ ചെയ്യണതിന് 1 മാസം മുമ്പുള്ള ഒരു വോയിസ് ആണിത്. അവരെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വോയിസ് ആണ്. ഇതും കൂടെ നിങ്ങൾ കേട്ടോ. ഇനി അന്ന് പ്രശ്നം ഉണ്ടാവണതൊക്കെ മുൻകൂട്ടി ഗണിച്ച വിദ്വാന്മാരാണ്. ഇതും കൂടെ കേട്ടോ. ഹലോ. ഞാൻ പറഞ്ഞില്ല എന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. 50 ലക്ഷം റുപ്യ തലക്ക് വെച്ച് കൊടുക്കും ഇവിടെ. 50 ലക്ഷം റുപ്യ ഒരു ഇൻഫ്ലുവൻസർ കംപ്ലീറ്റ് ഫോളോവേഴ്സ് അടക്കതാക്കി ഓനക്കെതിരെ വീഡിയോ ഇട്ട് നാട്ടിക്കാൻ വേണ്ടി 50 ലക്ഷത്തിന് മുകളിൽ പൈസ വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഒരു 1.5 മാസത്തിനുള്ളിൽ, ഞാൻ ഇങ്ങോട്ട് മുൻകൂട്ടി ഞാൻ പറയാം, 1.5 മാസത്തിനുള്ളിൽ വലിയൊരു പ്രശ്നം കേരളത്തിൽ മൊത്തം നടക്കാം. കേരളത്തിൽ എന്നല്ല, ഒരു ഗ്യാങ്ങിന്റെ ഒരു സീനാണ്. ഗ്യാങ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇൻഫ്ലുവൻസറും കാല് വാരുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നടക്കും. അത് നിങ്ങൾക്ക് അപ്പം നടക്കും. അത് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല. അത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നമ്മളെല്ലാം ഇറങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പൊ പലതും നടക്കും. എനിക്ക് ബാധിക്കുമെന്നല്ലേ, എനിക്ക് ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കും, അത്ര തന്നെ.
ഇനി നമ്മള് മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള പിന്നെ തൊപ്പിക്കും വരും, തൊപ്പിനെതിരും വരും, തൊപ്പിയും കൊടുക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതാ പറഞ്ഞ, അയക്കുന്ന മെസ്സേജ് ആയാലും എന്തായാലും നോക്കി ചെയ്തോ. അപ്പോ ഞമ്മക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ആരും അയക്കണ്ട ചെയ്യണ്ടെന്നും പറയൊന്നുമില്ല. പക്ഷെ വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടാടാ, എന്ന് പറഞ്ഞ ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെടാ മുത്തേ, ആരുടെ ഈ 50 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരുത്തനെ പൂട്ടിക്കാൻ വേണ്ടി PR വർക്ക് കൊടുക്കണ ആരടാ ഈ കൂട്ടത്തില്? അല്ലടാ, 50 ലക്ഷം രൂപയൊക്കെ 50 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയൊക്കെ ഒരുത്തനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരടാ PR കൊടുക്കണത്? ഒന്നും കൂടെ കേട്ടോ, ഒന്നും കൂടെ കേട്ടോ. ഇത് ആരെ വോയിസ് എന്ന് മക്കൾക്ക് അറിയാലോ. ഡേറ്റ് ഇപ്പം കാണിച്ചില്ല, ഡേറ്റ് ഇതാ ഇപ്പം കാണിച്ചില്ല, ഇപ്പൊ അടുത്ത് വെച്ച് കാണിച്ചില്ല. ഒരു മിനിറ്റടാ കേട്ടോടാ. 50 ലക്ഷം രൂപയ്ക്ക് PR എടുത്തിട്ട് എങ്ങനെയാടാ ഒരുത്തനെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കണത്? ഒരു മാസം കഴിഞ്ഞാൽ അടിച്ച് പിരിയും, അടിച്ച് തൊലഞ്ഞ് 2 ഗ്യാങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാത്ത് പന്നി. മനസ്സിലായ? ഒരു മാസത്തിനപ്പുറം ഒരു ഗ്യാങ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കേരളത്തിൽ വലിയ ഭൂകമ്പം. 50 ലക്ഷം രൂപ ഒരുത്തന്റെ ഇൻഫ്ലുവൻസ്, ഒരുത്തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, യൂട്യൂബ് എല്ലാം പൂട്ടിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒരു മാസം കഴിഞ്ഞ് അതിന്റെ ഇത് നിങ്ങൾ കാണും. മനസ്സിലായോ? ഒരു മാസം കഴിഞ്ഞ് ആൾക്കാർ ഇത് കാണും. 50 ലക്ഷം രൂപയ്ക്ക് എടുത്ത PR. ഈ പൈസ കൊടുത്ത് ആരായിരിക്കോടാ? ഈ 50 ലക്ഷം രൂപ കൊടുത്ത് ആരായിരിക്കോടാ? ഈ 50 ലക്ഷം കൊടുത്തത്? അല്ലടാ, എനിക്കറിഞ്ഞൂടാ, സീരിയസ് ആയിട്ട് എനിക്കറിഞ്ഞൂടാ. അല്ല, നിങ്ങൾ കേട്ടോക്ക്, ഒന്നും കൂടെ കേട്ടോക്ക്. ഞാൻ ഡേറ്റ് കാണിച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾ കേട്ടോക്ക്. ഇത് പറയണം മുത്തേ. ഇത് നിങ്ങൾ പറയണോടാ. എടാ, വേറെ ഒരുത്തൻ ചെയ്തത് കണക്ക് ആണുങ്ങളെ വോയിസ് പെണ്ണുങ്ങളെ വോയിസ് ആക്കാൻ പറ്റും. ആണുങ്ങളെ വോയിസ് സംസാരിച്ചിട്ട് പെണ്ണുങ്ങളെയും മറ്റേ വേറെ രീതിയിൽ വോയിസ് ഒക്കെ ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. പക്ഷേങ്കിലേ ഇതൊന്ന് കേട്ടോക്കടാ. 50 ലക്ഷം രൂപയ്ക്ക് ആറാ PR കൊടുക്കണ? ഇതൊന്ന് കേട്ടോക്കടാ. ഹലോ, ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. 50 ലക്ഷം റുപ്യ തലക്ക് വെച്ച് കൊടുക്കും ഇവിടെ. 50 ലക്ഷം റുപ്യ ഒരു ഇൻഫ്ലുവൻസർ കംപ്ലീറ്റ് ഫോളോവേഴ്സ് അടക്കതാക്കി ഓനക്കെതിരെ വീഡിയോ ഇട്ട് നാട്ടിക്കാൻ വേണ്ടി 50 ലക്ഷത്തിന് മുകളിൽ പൈസ വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഒരു 1.5 മാസത്തിനുള്ളിൽ, ഞാൻ ഇങ്ങോട്ട് മുൻകൂട്ടി ഞാൻ പറയാം, 1.5 മാസത്തിനുള്ളിൽ വലിയൊരു പ്രശ്നം കേരളത്തിൽ മൊത്തം നടക്കാം. കേരളത്തിൽ എന്നല്ല, ഒരു ഗ്യാങ്ങിന്റെ ഒരു സീനാണ്. ഗ്യാങ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇൻഫ്ലുവൻസറും കാല് വാരുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നടക്കും. അത് നിങ്ങൾക്ക് അപ്പം നടക്കും. അത് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല. അത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നമ്മളെല്ലാം ഇറങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പൊ പലതും നടക്കും. എനിക്ക് ബാധിക്കൊന്നല്ലേ, എനിക്ക് ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കും, അത്ര തന്നെ. ഇനി നമ്മള് മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള പിന്നെ തൊപ്പിക്കും വരും, തൊപ്പിനെതിരും വരും, തൊപ്പിയും കൊടുക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതാ പറഞ്ഞ, അയക്കുന്ന മെസ്സേജ് ആയാലും എന്തായാലും നോക്കി ചെയ്തോ. അപ്പോ ഞമ്മക്ക് എന്ന് വെച്ചാല് ആരും അയക്കണ്ട ചെയ്യണ്ടെന്നും പറയൊന്നുമില്ല. പക്ഷെ വരുന്ന സമയത്ത് ഇത് ആരടേ? എടേ, ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്തേ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അത് സീരിയസ് ആയിട്ട് എടുക്കുക. മനസ്സിലായ? അല്ലാതെ അവിടെ ആവശ്യമില്ലാതെ ഇവിടെ വന്നിട്ട് ഈഗിളുടെ അവരൊന്ന് പേര് നിങ്ങൾ ആവശ്യമില്ലാതെ ഇതിൽ വലിച്ചിടല്ലേ മുത്തേ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നോക്കടാ. 50 ലക്ഷം രൂപയുടെ PR ഒക്കെ കൊടുക്കാൻ കഴിവുള്ളവന്മാർ ആരെന്ന് ആലോചിച്ച് നോക്കടാ. അല്ല, നിങ്ങൾ എടാ, മോഡറേറ്റർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈഗിൾ എന്നുള്ള വേർഡ് ബ്ലോക്ക് ചെയ്തേ. എടാ, മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളോട് സംസാരിക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് മുത്തേ ഞാൻ ഇത് നിർത്തിപ്പോവും. മനസ്സിലായല്ല? എടാ, ഇതിന്റെ അകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തേണ്. ബാക്കി ഇവന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത് ഈ പറയണത്. ഇത് മൊത്തം 16 മിനിറ്റ് 24 സെക്കൻഡ് ഈ വോയിസ് ഉണ്ട്. കാണാൻ പറ്റുന്നതാ? കാണാമോ ഗൈസ്? കാണാമോ?
ഈ കോള് വിളിച്ചേക്കണ എപ്പോഴെന്ന് അറിയാമോ? 28 മാർച്ച് 2026 3:40 AM. 28 മാർച്ച് 2020 3:40 AM. ഒന്നും കൂടെ കാണിച്ചു ഒന്നും കൂടെ നിക്ക് കാണാമോ? 28 മാർച്ച് 2026 3:40 AM എന്ന് പറഞ്ഞ ഇവന്മാര് നമ്മളെ മുമ്പിൽ നിന്ന് ഇവിടെ നിന്ന് പോണതിന് മുമ്പ്. ഇത് സംഭവം ഇത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇതില് കുറെ സീക്രട്ട് ഏജന്റിന്റെ പേരൊക്കെ ഈ വോയിസിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി ഞാൻ സീക്രട്ട് ഏജന്റിന് അയച്ചു തരാം. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സജീർ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ബ്രോ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റ് കാണുമായിരിക്കും. ബ്രോ എന്നെ കുറിച്ച് പലതും പറയണം ഞാൻ കേട്ടു. ബ്രോ തൊപ്പിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൊപ്പി കൊല്ലാൻ പറഞ്ഞ കൊല്ലും, തൊപ്പി അടിക്കാൻ പറഞ്ഞ അടിക്കും, അതാണ് റാംബോ എന്ന് ബ്രോ പലയിടത്തും പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് ബ്രോ. എനിക്ക് ബ്രോ അടുത്ത് പറയാനുള്ള ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അത് ഒരു ക്രെഡിറ്റ് ആയിട്ടൊന്നും പറയണമല്ല ബ്രോ. ജീവിതത്തിൽ അന്നമുട്ടി ഇന്ന് എന്നെ കൈപിടിച്ച് കയറ്റിയത്, എന്നെ മുന്നോട്ട് ജീവിക്കാൻ പഠിപ്പിച്ചതും, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലവസരം ഉണ്ടാക്കി തന്നതും, എന്നെ കൂടെ നിർത്തിയത് അവനാണ് ബ്രോ. അതുകൊണ്ട് ഞാൻ ബ്രോ അടുത്ത് ഒരു കാര്യം പറയാം. അവൻ പറഞ്ഞാലല്ല ഞാൻ ചെയ്യണത്, അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യും ബ്രോ. അവൻ എൻ്റെ അടുത്ത് പറയണമെന്നും നിർബന്ധമില്ല, അവൻ്റെ അടുത്ത് പറയില്ല. പക്ഷെ ഞാൻ ബ്രോ അടുത്ത് ഒരു കാര്യം പറയാം, അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ബ്രോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അയച്ചുതരാം. സജീർ ബ്രോ, ഇത് സീക്രട്ട് ഏജന്റ് ബ്രോ. സീക്രട്ട് ഏജന്റ് ബ്രോയ്ക്ക് അറിയായിരിക്കും. ജാസ്തി പൈസ കൊടുക്കണ്ടെന്നും പറഞ്ഞ് സജീർ ബ്രോയെ കോൺടാക്ട് ചെയ്ത, സീക്രട്ട് ഏജന്റ് ബ്രോയെ, സായി ബ്രോയെ കോൺടാക്ട് ചെയ്ത വ്യക്തിയാണ് ഈ സജീർ എന്ന് പറയുന്നത്. സജീറിന്റെ അടുത്ത് പറഞ്ഞ വോയിസ് ആണ് ഇത്. മനസ്സിലായ? ഈ വോയിസിന്റെ അകത്ത് പറയണുണ്ട്, ഈ വോയിസിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയണുണ്ട് എന്തോന്ന് സീക്രട്ട് ഏജന്റ് ബ്രോയ്ക്ക് ഇവൻ ഈ പൈസ കൊടുക്കാനുള്ള കേസ് സജീർ എന്ന് പറയുന്ന വ്യക്തി സായി ബ്രോയെ വിളിച്ചതിന് ശേഷം ഇവര് സംസാരിക്കുന്നതാണ്. അതിന് ശേഷം ഈ സജീർ പിന്നെ ഇവന്റെ ജാസിയുടെ ഉമ്മയെ വിളിച്ച് ഈ പൈസയുടെ കേസ് പറയണതിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വോയിസ് ഞാൻ ബ്രോയ്ക്ക് അയച്ചുതരാം. പിന്നെ അവന്റെ ഉമ്മയെ വിളിച്ച് ഈ പൈസയുടെ കേസ് സജീർ വിളിച്ച് എന്തോ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇതിൽ അവസാനം പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേറെ രീതി മാനിപ്പുലേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ബ്രോയുടെ കാര്യമാണ് പറയണത്. അതിനിടയ്ക്ക് സജീറിന്റെ അടുത്താണ് ഇവൻ പറയണത്, ഇത് കണക്ക് കേരളത്തിലൊരു വലിയ പ്രശ്നം അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. ഒരു ഇൻഫ്ലുവൻസറിനെ തകർക്കാൻ വേണ്ടി 50 ലക്ഷം രൂപയുടെ PR വരെ കിട്ടുന്നുണ്ട്. ഇവിടെ ഓരോ ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയണത്. അപ്പം ബ്രോയ്ക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സജീർ എന്ന് പറഞ്ഞിട്ട് ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്ത വ്യക്തിയുണ്ട്. അയാളെ നമ്പർ ഈ ഫോണിൽ കിടപ്പുണ്ട്. അയാളെ നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഈ സജീറിനെ വിളിച്ച് ഇപ്പൊ ഈ കാര്യം വന്നപ്പം തന്നെ അവിടെ സജീറിനെ വിളിച്ച് കൺവിൻസ് ചെയ്ത് കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണോ ഈ വോയിസോ ഞാൻ ബ്രോയ്ക്ക് പറയണടുത്ത് ഞാൻ ബ്രോയ്ക്ക് തരാം ബ്രോ. ഞാൻ ഇത് എന്നെ വലിയ നല്ലവനാക്കി വൈറ്റ് വാഷ് ചെയ്യാനോ എന്റെ കൂടെ ഇരിക്കുന്ന ആരും വൈറ്റ് വാഷ് ചെയ്യാനൊന്നുമല്ല. ഇങ്ങനെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് 1 മാസം മുമ്പ്, ഈ പ്രശ്നം പറഞ്ഞതിന് 1 മാസമല്ല 2 മാസം മുമ്പ് പരസ്പരം സംസാരിച്ചിട്ടുള്ള കോളാണ്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസറിനെ തകർക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയുടെ PR. മനസ്സിലായ? അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഗ്യാങ്ങിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. തൊപ്പിക്കും വരും, തൊപ്പിയുടെ കൂടെയുള്ള എല്ലാവർക്കും വരും. എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയും. ഇതെല്ലാം പറഞ്ഞേക്കണം നമ്മളെ കൂടെ നിന്ന് ഈ വെച്ചപ്പാമ്പെന്ന് പറഞ്ഞ ജാസിയാണ്. അപ്പൊ ഇത് ആര് PR ചെയ്തു, 50 ലക്ഷം രൂപയ്ക്ക് ആര് PR ചെയ്തെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് അത്രയ്ക്ക് പവറും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഞാൻ അവസാനം കാണിക്കാന്ന് പറഞ്ഞ വോയിസ്. മനസ്സിലായ? അതാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടുപിടിക്കാൻ കേസൊക്കെ നടക്കുകയാണ്. ആരെന്ന് വെച്ചാൽ ഇതിനെ കണ്ടുപിടിക്കട്ടെ. ഇനിയിപ്പോ നാളെ വേറെ ഒരുത്തം വരും. ഈ സീനിലേ ഇല്ലാത്ത ഒരു പുണ്ടച്ചിമോ ഉണ്ട്. അവൻ വേണമെങ്കിൽ നാളെ വന്നിട്ട് പറയും എന്തോന്ന് ആരാ എന്ന് പറഞ്ഞ് ഒരുത്ത തൊള്ളയും കീറി പറഞ്ഞ അവനെ അറിയാലോ. അവൻ വന്നിട്ട് പറയും നാളെ ഇതിൽ മാസം എടുക്കാൻ വേണ്ടി അവൻ പറയും ഞമ്മള് ഷാജഹാൻ ഞമ്മളാണ് കൊടുത്തത് 50 ലക്ഷം രൂപ PR ഞമ്മളാണ് കൊടുത്തതെന്നും പറഞ്ഞ് നാളെ ഒരുത്തം വരും. ഒന്നിനുമില്ല ഇതിലൊന്നിലും സത്യം പറഞ്ഞ ഇല്ല. ഈ കൈ നാളെ ആളാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചിലപ്പം വരും. മനസ്സിലായ? നാളെ ആളാവാൻ വേണ്ടിയിട്ട് ചിലപ്പം വരും. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കൈ വേണമെങ്കിൽ നാളെ പൊങ്ങി വരും. ഇയാളാണ് 50 ലക്ഷം രൂപ കൊടുത്തതെന്നും പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ നാളെ 2 വീഡിയോയും ചെയ്യും. മനസ്സിലായ? നാളെ 2 വീഡിയോയും ചെയ്യും. വേണമെങ്കിൽ ഒരു മതകലവരം ഉണ്ടാക്കുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക ഈ വ്യക്തി ചെയ്യും. അണ്ണാ ഷാജഹാൻ ബ്രോ, ഞാൻ നിങ്ങളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വയ്യ, സത്യം പറയില്ല. എനിക്ക് നിങ്ങളെ പേടിയാണ്. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ക്രീം ബിസ്ക്കറ്റ് നക്കിക്കൊണ്ട് ഇവിടെ വന്നാലും എനിക്ക് നിങ്ങൾ അടിക്കാനൊന്നും പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കാൻ എനിക്ക് നിങ്ങളെ ഭയങ്കര പേടിയാണ് ഷാജഹാൻ ബ്രോ. എനിക്ക് മാസം അടിക്കാനൊന്നും വയ്യ. എനിക്ക് ഭയങ്കര പേടിയാണ് നിങ്ങളെ. കാരണം നിങ്ങളെ കാണുമ്പോഴേ നിങ്ങൾ അതുവഴി വരണം എന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ താഴെ കൂടെ വരണ ഒരുത്തനാണ് ഞാൻ. എനിക്ക് ഭയങ്കര പേടിയാണ്.
അപ്പൊ ഷാജഹാൻ ബ്രോ ദയവ് ചെയ്ത് ഈ 50 ലക്ഷം രൂപയുടെ PR നിങ്ങളാണെന്നും പറഞ്ഞ് വരല്ലേ. ഇയാൾ വന്നില്ലെങ്കിൽ വേറെ ഒരുത്തോണ്ട് കൂടെ ഒരുത്തോണ്ട് മഞ്ഞക്കാർഡുണ്ടെന്ന് പറയുന്ന ഒരുത്തോണ്ട് അവൻ വേണമെങ്കിൽ അവൻ നാളെ വരും. 50 ലക്ഷം രൂപയുടെ അവനാണെന്നും പറഞ്ഞ് അവൻ വേണമെങ്കിൽ നാളെ വരും. ഇത് ഈ ഏരിയയിലോട്ടൊന്നും പോവാനേ പറ്റൂടാ. ഈ ഏരിയയിലോട്ടൊന്നും പോവാനേ പറ്റൂല. വേറെ ഒരുത്തോണ്ട് വേറെ ഒരുത്ത് വേറെ എവിടെ ഇരിക്കണം. വേറെ ഒരുത്ത് എവിടെ ഇട്ടിട്ട് ഇന്നലെ ഇത്രയും നാൾ ലൈവ് ചെയ്ത് പരിചയമില്ലെന്നോണ്ട് വേറെ ഒരുത്ത് ലൈവൊക്കെ ഓണാക്കി വെച്ചിട്ട് കല്ലടിക്കണം നോക്കിയപ്പോ ഇന്നലെ. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് അല്ലെ? നമ്മളിത് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഏതാണ് യൂണിവേഴ്സ്? ഏതാണ്? ഒരുത്ത ഇതല്ലേ ലൈവൊക്കെ കിക്കില് ലൈവൊക്കെ ഓണാക്കി വെച്ചിട്ട് ഒരു തിരുന്ന് കല്ലടിക്കണ്. ഇതൊക്കെ എന്തോടാ ഇവിടെ നടക്കണത്? ഇതൊക്കെ എന്തിനാണ് ഇവിടെ നടക്കുന്നത്? ഇന്ന് വൈകുന്നേരത്തെ ന്യൂസ് കണ്ടപ്പോ ഇന്നലെയാ വൈകുന്നേരത്തെ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഇതുകൊണ്ട് വേറൊരുത്തി വണ്ടി ഓട്ടിച്ച് കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് ഒരുത്തിയെ തൂക്കി. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കെതിരെ തിരിഞ്ഞു വന്നവരാണ് ഇവരെല്ലാരും. കള്ളു കുടിച്ച് എന്തോ കുപ്പിയും കൊണ്ട് വണ്ടി ഓട്ടിച്ചെന്ന് എന്തോ പറഞ്ഞ് കുറച്ചു മുമ്പ് ഒരുത്തിയെ പിടിച്ച്. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്കെതിരെ വന്നേണ്. കുറച്ചാൾ മുമ്പ് വരെ നമ്മളെ ബാക്കിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയ ടീംസാണ് ഇതെല്ലാം. എന്തിന് പറ്റിയെന്ന് അറിഞ്ഞൂടെ ഇന്ന് പെട്ടെന്ന്? കള്ളു കുടിച്ച് കുപ്പി എന്തോ കൊണ്ട് പിടിച്ചെന്ന് പറഞ്ഞ് പിടിച്ചേക്കണ്. വേറൊരുത്തോണ്ട് ഫസ്റ്റ് എന്തൊരു കരിപ്പൊടിയാ അവലോസോടിയാ ഒരുത്തോണ്ട്. അത് വേറെന്തോ കേസ്. കരിപ്പൊടി അവലോസോടി എന്ന് പറഞ്ഞവന് ഇതാ അടുത്ത വേറെന്തൊരു കേസ്. അടുത്തവ 25 ലക്ഷം രൂപയ്ക്ക് ഇതാ നിന്ന് പോലും മറച്ചു വെച്ചിട്ട് നിന്നത്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതെ 25 ലക്ഷം രൂപയ്ക്ക് നിന്ന് പോലും. ബ്രോ ഒരു മാസം മുമ്പ് നിന്നവരാണ്. മനസ്സിലായ? ഇതിലാരെങ്കിലൊക്കെ തന്നെയാണ് ഈ PR-ന്റെ ഒക്കെ ബാക്കില് തന്നെയാണ്. നീയൊക്കെ ആരെങ്കിലും തന്നെയാണ് 50 ലക്ഷം ഇതിലാരെങ്കിലും ഉണ്ടാണ്? ഈ 50 ലക്ഷത്തില് ആരെങ്കിലും ഉണ്ടാണ്? പങ്കുണ്ടാണ് ഈ 50 ലക്ഷത്തില്? സീരിയസ് ആയിട്ട് ബ്രോ, സീരിയസ് ആയിട്ട് മുന്നോട്ട് ഇത് പോകുന്നവരോട്ടല്ലോ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെന്താ കർമ്മ ഞാൻ ഒന്നും പറയില്ല. ഞാൻ പറയട്ടല്ല ബ്രോ. നിങ്ങൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഞാളെ പേരൊന്നും പറയണില്ല ബ്രോ. നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ടു ബി ഫ്രാങ്ക് ഞാൻ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. ഇത് തെളിയിക്കേണ്ടത് നിങ്ങളെ ആവശ്യമാണ്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് തെളിയിക്കേണ്ടത് നമ്മൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കേണ്ടത് നിങ്ങളെ ആവശ്യമാണ്. അപ്പൊ നമുക്കെതിരെ ആരാണ് PR വർക്ക് കൊടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾക്കെതിരെ കൊടുത്തേക്കണ PR വർക്ക് അല്ല ബ്രോ, എന്തൊക്കെയോ ഉണ്ട്. അപ്പം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ DC ക്ലിപ്സ് നോക്കറ. അപ്പൊ മുത്തേ എനിക്ക് വയ്യടാ DC ക്ലിപ്സ് നോക്കാനൊന്നും എനിക്ക് വയ്യടാ. ഇത് പോയി എങ്ങോട്ടാണ് പോണേന്നുള്ള ഇതുപോലും എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായ? ഇതെന്താ? എല്ലാ ദിവസവും എന്റെ കാസറ്റ് കിക്കില് ലൈവ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കിക്കില് ഇന്നൊരു ആരടുത്താണോ ഞാൻ ഇത് പറയേണ്ടത്? ഇത് ഞാൻ ആരടുത്താ പറഞ്ഞ് ചിരിക്കേണ്ട? ഞാൻ ഇത് പറഞ്ഞിരിക്കേണ്ടത് ഇത് നോയിക്കാണ്. എന്നിട്ട് ഫസ്റ്റ് ദിവസം ഞാൻ കിക്കില് ലൈവ് പോകാൻ നേരത്ത് കണ്ടൊരു സാധനമാണിത്. ഈ വ്യക്തിയാണ് സുനിലോജിനെ കുറിച്ച് കോണ്ടന്റ് ചെയ്തത്. ഈ വ്യക്തിയാണ് ഇത്രയും വലിയ സത്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നത്. ഈ വ്യക്തി എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഹി ഡിഡ് ദിസ് ഓൺ ലൈവ് ഓൺ എ സ്ട്രീമിംഗ്. ബ്രോ അനന്തു ബ്രോ, അവ ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. മനസ്സിലായോ? ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഞാൻ ഇതുവരെ കിക്ക് ചെയ്യാത്തോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എടാ ബോങ്കല്ലടാ പുണ്ടേ. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. മറ്റേ ഹുക്കേന്നാണ്ട ഞാൻ വിചാരിച്ചത്. ഇത് ബോങ്കും ഹുക്കൊന്നും അല്ല. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. ഇത് വേറെ എന്തോ കൂടിയ സാധനമാണെന്ന് പിന്നെ ആരൊക്കെ എനിക്ക് പറഞ്ഞു തന്ന്. മനസ്സിലായ? ഈ ലൈവ് പോണതിന് മുമ്പ് ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ആശ എന്തിനാ ഇത് കൈ കൊണ്ട് മറ്റേ മൗസ് എടുത്ത് ഗോ ലൈവിൽ അടിക്കണതിന് പകരം ലൈറ്റർ എടുത്ത് അടിച്ചു കൊടുത്ത്. മനസ്സിലായ? അതാണ് അവിടെ പറ്റിയത്. എന്ത് ഹനാൻ സ്റ്റോറി നോക്കുമ്പോ ഹനാൻ സ്റ്റോറി എന്താ? എനിക്കറിഞ്ഞൂടെ. ഇനി എടാ പൈപ്പാണോ പറയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഹനാനേ
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെതിരെ ഏതാനും കുറച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ഒരു അഭിനേതാവുമായി ബന്ധപ്പെട്ട് കളവായും കൃത്രിമമായും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഈ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ ഞാനൊരു അഭിനേതാവിന്റെ പൈസ എക്സോർട്ട് ചെയ്തത്, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയത്തിൽ മീഡിയേറ്റ് ചെയ്തതായും പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കളവായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന അഭിനേതാവ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ എന്റെ കേസറ്റ് ഹക്കീം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതായി എന്നോട് പറയുന്നത്. അന്ന് ആ സിനിമ സെറ്റിൽ എന്റെ കേസറ്റ് ഹക്കീം ഫോളോ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തി ഞാൻ മാത്രമായതുകൊണ്ടും അഭിനേതാവും അദ്ദേഹത്തിന്റെ മാനേജറും ഹക്കീമിനെ ബന്ധപ്പെടാൻ സാധിക്കാതിരുമാണ് അഭിനേതാവ് എന്നെ കാര്യം അറിയിച്ചത്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബ്രോ, ഈ സമയത്ത് പറയണത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. നമ്മൾ എല്ലാവരും ഈ പറയുന്ന ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് സായി ബ്രോയുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം മുമ്പേ സീക്രട്ട് ഏജന്റ് സായി ബ്രോയ്ക്ക് ഈ കാര്യം അറിഞ്ഞതായിട്ടും അന്നേ താങ്കളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞതായിട്ടും താങ്കളോട് ഇപ്പോൾ ഈ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് താങ്കൾ ആ കാര്യം താങ്കളുടെ സുഹൃത്തുക്കളെ ഇടപെടുത്തി ഇത് ചെയ്തതായുമാണ് ഞങ്ങൾ അറിയാനിടയായത്. അപ്പം ഞാൻ പറയാം ബ്രോ, ഒരു സിമ്പിളായിട്ട് ഞാൻ ബ്രോയ്ക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. വേറെ ആരുടെ പറയണ്ട, ബ്രോയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആണെന്ന് പറയാം, ശരിയോട്ട് അത് മാത്രം പറഞ്ഞാൽ മതി. വേറെ സീനൊന്നുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റും. ആണെന്ന് പറ. ഓക്കെ ഗൈസ്, അപ്പൊ ലെറ്റ്സ് മൂവ് ഓൺ. ലെറ്റ്സ് മൂവ് ഓൺ. പിന്നെ വേറെന്താ ബ്രോ, വേറെന്താ കമന്റ്സ് നോക്കണേ. കമന്റ്സ് എന്ത്? എനിക്ക് നോക്കാൻ വയ്യ. വിട്. ബാക്കിയെല്ലാം പറഞ്ഞിടേ. ബാക്കി ആ കൂട്ടത്തിൽ ആരെയും കുറിച്ച് എനിക്ക് പറയാനൊന്നും വയ്യ. മമ്മൂനെ കുറിച്ചൊക്കെ എന്ത് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു മുട്ടപ്പപ്സ് മീറ്ററോളം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അവിടെ മുട്ടപ്പപ്സ് മീറ്ററോളം തീരുമ്പോൾ ഇങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. അല്ല, മമ്മൂനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. മമ്മൂനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് നിർത്താതെ പറയേണ്ടി വരും. പിന്നെ വേണ്ട. ആ കൂട്ടത്തിൽ ഞാൻ പോയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നത് മമ്മൂ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു. മമ്മൂ ഈ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. മനസ്സിലായ? അതിനുശേഷമാണ് ഞാൻ അങ്ങോട്ട് പോണത്. അപ്പം ഞാൻ ആദ്യം കാണുന്ന അവനെയാണ്. ഇന്നും എനിക്ക് അവനെ അപരാധിക്ക് എനിക്കിപ്പോഴും ഒരു മനസ്സ് പറഞ്ഞില്ല. മുന്നോട്ട് അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അത് ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ ഉണ്ട്. ഇന്നും അവനെ എന്തോ വിട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇനി വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരു സെന്റിമെന്റും പറയൊന്നും എനിക്കില്ല. അങ്ങനെ മമ്മൂ, നീ ഇത് കാണുമ്പോൾ വിചാരിക്കണ്ട, നീ അവസാനം അയച്ച വോയിസ് പൊന്നു ശരത്തെ ഒന്ന് ഫോണറ, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കും. ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് നീ എനിക്കൊരു വോയിസ് അയച്ച്. ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത്, ഈ പ്രശ്നം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്കൊരു വോയിസ് അയച്ച്. ഒരു മിനിറ്റ്, ഞാൻ ആ വോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി അതും ഫേക്ക് ആണെന്ന് പറയില്ല ഇടമുത്തെ. ഒരു വോയിസ് എനിക്ക് അയച്ച്. ഞാനുമായിട്ട് ഇവിടെ ഇത്രയും പ്രശ്നമുള്ളവന്മാരാണ്. ഒരു വോയിസ് അയച്ച്. ഫ്രീ ആണെങ്കിൽ വിളിക്കോ പ്ലീസ്. വിളിക്കണം പ്ലീസ്. മിസ് ചെയ്ത് പ്ലീസ്. പറ. ആ സെർവർ, നമ്മളെ സെർവർ അതൊന്ന് ക്ലോസ് ചെയ്തേ. സ്ക്രീൻ ഇത് ഏതാ സെർവർ? ഇത് എന്റെ അല്ലേ? അത് പ്രൈവറ്റ് സെർവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു, ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഗായ്സ്, എന്തിനാടാ നീയൊക്കെ ഇപ്പൊ തൊപ്പിയെ ചോദിക്കണത്? വേർ ഈസ് തൊപ്പി? എന്തിനാ ഇപ്പൊ തൊപ്പിയെ ചോദിക്കണത്? എന്തിനാ? ഇത്രയും നാൾ നിനക്കൊന്നും അറിയണ്ടായിരുന്നാടാ? ഇത്രയും നാൾ നീയൊക്കെ ക്രൂശിച്ചാ? ഇത്രയും നാൾ നിനക്കൊക്കെ പറ്റണേന്റെ മാക്സിമം നീയൊക്കെ ക്രൂശിച്ചാ? മാക്സിമം ക്രൂശിച്ചില്ലേ? പറ്റണ മാക്സിമം ചെയ്തില്ലടാ. അവന്റെ ഈ പറയുന്ന കുണ്ണകളാക്കി കൊടുത്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും ഈ പറയുന്ന സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇല്ലാതാക്കി കളഞ്ഞില്ലേടാ? എല്ലാം ഇല്ലാതാക്കി കളഞ്ഞില്ലേ? പിന്നെ അവനെ കുറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് പറയേണ്ട കാര്യവുമില്ല. മനസ്സിലായ? മലപ്പുറത്ത് നിന്ന് ഒരു കൂട്ടം കാന്താരികൾ കീഴാക്കി. മതി. Guys, and one last official announcement for my GTRP audience.
മറ്റന്നാളാണ് റിക്രൂട്ട്മെന്റ്. പുതിയ പ്ലേയേഴ്സിനെ എല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് മറ്റന്നാളാണ്. മറ്റന്നാൾ ഒരു ഇവന്റ് കണക്ക് ഒരു ഇവന്റ് മാപ്പിൽ വെച്ചിട്ട് നമ്മളെ ഗ്യാങ് വണ്ടി റിവ്യൂല്, നമ്മുടെ ഗ്യാങ് ടെമ്പററി വണ്ടി റിവ്യൂല്, പിന്നെ എന്തായിരുന്നു നമ്മളെ ഗ്യാങ് ഡ്രസ് റിവ്യൂല്, എന്തൊക്കെ കുറച്ച് പരിപാടി, ഇങ്ങനെ കുറച്ച് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഒരിക്കലും നിങ്ങളെ ഇതാക്കൂല, ഒരിക്കലും നിങ്ങളെ മോശപ്പെട്ടവരാക്കൂല. ഓക്കെ, ഒരിക്കലും മോശപ്പെട്ടവരെന്നല്ല, ഒരിക്കലും നിങ്ങൾ വന്നിട്ട് സങ്കടപ്പെടേണ്ട അവസ്ഥയോ നിരാശപ്പെടേണ്ട അങ്ങനെ ഒരു അവസ്ഥ ഒന്നും ഒരിക്കലും വരൂല. ഓക്കെ, ഒരിക്കലും അതൊന്നും വരൂല. സോ തീയും പുകയൊക്കെ പറഞ്ഞുണ്ടല്ലോ, എന്ത് പറ്റി. അപ്പം ഇതെല്ലാം മറ്റന്നാ മീറ്റിംഗ്, ഇപ്പം മിസ്റ്റർ എക്സിന്റെ മീറ്റിംഗ് നാളെ തൊട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് വരും. ഒരു ദിവസം പോലും ഇനി ലൈവിൽ നിന്ന് മാറിയിക്കൂല. അത് ഇനി ഭൂമി ഉരുണ്ട് പൊട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഫ്രണ്ടിൽ വന്നിരിക്കും, ലൈവ് നിന്നിരിക്കും. ഇനി ഗ്യാങ്ങുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പയ്യന്മാർ കുറെ പേര് സ്പ്ലിറ്റ് ആയി, എനിക്കറിയാം. ബാക്കി RP ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ സംസാരിക്കാം. ഈ ഒരു കോൺട്രവേഴ്സിയുടെ ഇടയിൽ വേറൊരു കോൺട്രവേഴ്സി വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ശനിയാഴ്ച ഒരു കിട്ടില്ല പരിപാടിയായിരിക്കും. വാട്ട് ഈസ് VH, വൈ VH? ഓക്കെ, ഞാൻ ഈ പറയാലോ, VH എന്നുള്ള രണ്ടക്ഷരമാണ് പുറത്തുള്ളെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇന്ന് MRZ ആണ്. മനസ്സിലായ? അതങ്ങനെ തന്നെ കാണും, അതങ്ങനെ തന്നെ കാണും. മനസ്സിലായോ? ശനിയാഴ്ച അപ്പൊ പൊളിക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാം. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ്സ് ടോക്ക് ടുമാറോ. അപ്പം എന്താ പറയാനുള്ള, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ മുത്തേ, താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങളും ഇതുമായിട്ടാണ് വന്നത്. വി ആർ വെയിറ്റിംഗ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഒരു കാര്യം പറയാം, RSZ7 VH രണ്ടും വ്യത്യാസമായിട്ട് രണ്ട് ഇതായിട്ട് കാണേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുന്നതും നമ്മളെ പയ്യന്മാര് കുറച്ചുപേര് അങ്ങോട്ട് പോയി, കുറച്ചുപേര് ഇങ്ങോട്ട് പോയി. അത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. എന്തായാലും മുത്തേ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം സാറ്റർഡേ. ഓക്കെ, പുതിയൊരു അധ്യായം നമുക്ക് സാറ്റർഡേ തൊട്ട് തുടങ്ങാം. ആൻഡ് മുത്തേ എടാ, ഒറ്റൊരു കാര്യം, രാത്രി കേൾക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല പാട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക, കേൾക്കുക, സുഖമായിട്ട് ഉറങ്ങുക. കുറച്ച് നാള് വിട്ടുപിടിയായിരുന്നു. ഇനിയിപ്പോ വിട്ടുപിടി മാറി, വിട്ടുപിടിയുടെ സീസൺ മാറി. വിട്ടുപിടിക്ക് പ്രൊമോഷൻ കൊടുത്ത ആരാണെന്ന്, PR ചെയ്ത ആരാണെന്നുള്ളത് നമ്മളും അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരും അന്വേഷിച്ചോളും. നിയമപരമായിട്ട് അത് മുന്നോട്ട് പോകും. അവസാനം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ PR ഒക്കെ ചെയ്തതെന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടെത്താം. തൽക്കാലം 2 ദിവസത്തേക്ക് ആ കുറച്ച് മാപ്പിള പാട്ടൊക്കെ കേട്ട്, കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട്, പൊന്നുണ്ടല്ലോ പൊന്നിന് നീല, അതൊക്കെ കേട്ട് കുറച്ച് ദിവസം നിങ്ങൾ ഇരിക്കണം മുത്തേ. അപ്പം അത്രേ ഉള്ളൂ. See you tomorrow, guys. Love you. Bye. Bye, guys. Bye.